وآخرين منهم لما يلحقوا بهم وهو العزيز الحكيم ذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم صدق الله العظيم. ബഹുമാനരായ വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരികളെ, രക്ഷിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു കൂടിയിരുത്തവും ഈ പറയലും കേൾക്കലുമൊക്കെ സ്വാലിഹായ അമലുകളായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. നാം ഈ ചെലവഴിക്കുന്ന നിമിഷങ്ങൾ നാളെ യൗമുൽ ഹിസാബിൽ സൽക്കർമ്മങ്ങൾ മാത്രം പ്രയോജനം ചെയ്യുന്ന വിചാരണ വേളയിൽ സൽക്കർമ്മങ്ങളുടെ ഗണത്തിൽ കനം തൂങ്ങുന്ന സ്വാലിഹുകളായ അമലുകളായി നാഥൻ നമ്മിൽ നിന്നെല്ലാം ഖബൂൽ ചെയ്യുമാറാവട്ടെ. പ്രിയമുള്ളവരെ, വളരെ സന്തോഷമുള്ള ഒരു സന്ദർഭത്തിലാണ് വ്യക്തിപരമായി ഞാനുള്ളത്. അള്ളാഹുവിൻ്റെ ഭവനത്തിൽ അള്ളാഹുവിൻ്റെ കലാമുമായി ബന്ധപ്പെട്ട് ചിലത് പറയാനും പങ്കുവെക്കാനും ഒക്കെയുള്ള ഈ നിമിഷം എന്നത് അള്ളാഹു ഏറെ പ്രിയപ്പെട്ട കാര്യമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അർത്ഥത്തിൽ നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് മഹത്തരമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പല അർത്ഥത്തിലും ഇന്നത്തെ ദിവസവും അല്ലെങ്കിൽ ഈ ദിവസങ്ങളൊക്കെയും വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. അതിലൊന്ന് പലപ്പോഴും നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ റജബ് മാസത്തിൻ്റെ അവസാന നാളുകൾ എന്ന അർത്ഥത്തിൽ ചില റിവായത്തുകളൊക്കെ അനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ അതിനിർണായകമായ ഇസ്രാ മിഅ്റാജ് സംഭവിച്ച രാവ് എന്ന അർത്ഥത്തിലൊക്കെ ചരിത്രത്തിൽ ചിലർ രേഖപ്പെടുത്തിയിട്ടുള്ളൊരു ദിവസമോ അല്ലെങ്കിൽ മാസമൊക്കെയാണ് ഈ കഴിഞ്ഞു പോകുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചോളം നമ്മുടെ ചരിത്രം എന്ന് പറയുന്നത് നമുക്ക് അത്രമേൽ പ്രധാനമാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ സംഭവിച്ച ഇസ്രാ മിഅ്റാജ് വിശ്വാസികളെ സംബന്ധിച്ചോളം കുറേയധികം പാഠങ്ങൾ പകർന്നു നൽകുന്ന സംഭവമാണ് എന്നത് നമ്മൾ പലപ്പോഴായി കേട്ടവരായിരിക്കാം. എന്നാൽ ഒരർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം നമുക്ക് എന്നെന്നും സാധിക്കുന്ന ഒരു മിഅ്റാജ് അഥവാ പരിശുദ്ധ നമസ്കാരം നിർവഹിച്ചുകൊണ്ടാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടുന്നത്. അള്ളാഹുമായുള്ള മുനാജാത്ത് അല്ലെങ്കിൽ അള്ളാഹുവിലേക്കുള്ളൊരു മിഅ്റാജ് എന്നതാണ് ഒരർത്ഥത്തിൽ നമ്മുടെ നമസ്കാരമൊക്കെ. ആ നമസ്കാരത്തിലും അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലൊക്കെ ഏറ്റവും പ്രധാനമാകുന്ന പരിശുദ്ധ ഖുർആനിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. മഹാന്മാരായ സലഫുകൾ പറയുമായിരുന്നു, അള്ളാഹു എന്നോട് സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ ഞാൻ പരിശുദ്ധ ഖുർആനിലൂടെ കടന്നു പോകും, പാരായണം ചെയ്തുകൊണ്ടിരിക്കും. ആ പരിശുദ്ധ ഖുർആനിൻ്റെ വാക്കുകൾ അത് അള്ളാഹു എന്നോട് സംവദിക്കുന്നത് പോലെ, സംസാരിക്കുന്നത് പോലെ ഞാൻ അത് അനുഭവിക്കും. ഞാനത് സശ്രദ്ധം അതിനൊക്കെ മനസ്സും കാതുമൊക്കെ നൽകിക്കൊണ്ടിരിക്കും. എനിക്ക് അള്ളാഹുവിനോട് വല്ലതും പറയണമെന്ന് തോന്നുമ്പോൾ അള്ളാഹുമായുള്ള എൻ്റെ പങ്കുവെക്കലുകൾക്കുള്ള നിമിഷം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ നമസ്കാരങ്ങളിലാണ് നിർവഹിക്കാറുള്ളത്. അർത്ഥത്തിൽ സ്വലാത്തും ഖുർആനും ഒക്കെ പരസ്പരം ബന്ധിതമായി ഒരു വിശ്വാസിയുടെ ജീവിതത്തെ എത്രത്തോളം നിർണയിക്കുന്നു എന്നുള്ളതൊക്കെ ഇൻഷാ അല്ലാഹ് സന്ദർഭം അനുവദിക്കുമെങ്കിൽ അതിൻ്റെ തലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതിനേക്കാൾ അപ്പുറം ഇന്ന് നമ്മൾ ഇങ്ങനെ ഒരു സാധാരണ നടക്കുന്ന മാസാന്ത ക്ലാസ്സുകളിൽ ഈ അർത്ഥത്തിലൊരു മത പ്രഭാഷണത്തിൽ നമ്മൾ ചർച്ചക്കെടുത്ത വിഷയം പരിശുദ്ധ ഖുർആനാണ് എന്നത് അൽഹംദുലില്ലാഹ് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. കാരണം പലപ്പോഴും നമ്മുടെ ഒരു നാട്ടുരീതി അനുസരിച്ച് ഇപ്പോൾ കാണുന്നത് സമയബന്ധിതമായി അല്ലെങ്കിൽ സീസൺ ബേസ് വിഷയങ്ങൾ മാത്രം ചർച്ച ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു രീതി. അപ്പോൾ യഥാർത്ഥത്തിൽ ഖുർആനെ കുറിച്ച് സംസാരിക്കാൻ ഇനിയും നമ്മുടെ നാട്ടിന് അല്ലെങ്കിൽ നമ്മുടെ രീതി അനുസരിച്ച് സമയമായിട്ടില്ല. കാരണം പരിശുദ്ധ റമളാൻ എത്തിയേ നമ്മൾ ഖുർആനെ കുറിച്ച് സംസാരിക്കൂ എന്നുള്ളതാണ് പൊതുവെ നമ്മുടെ ഒരു നാട്ടുനടപ്പെന്ന് പറയുന്നത്. കാരണം ഓരോന്നിനും ഓരോന്നാണ്. റബീഉൽ അവ്വലാകുമ്പോൾ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, ദുൽഹജ്ജ് വരുമ്പോൾ മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാമയെ കുറിച്ച്,
അല്ലെങ്കിൽ ഓരോരോ ചരിത്ര ബന്ധിതമായി കൊണ്ട് മാത്രം പല ചർച്ചകളും നടക്കുക, അതത്ര മോശമായ കാര്യമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ പലപ്പോഴും ആ നിമിഷങ്ങളിലോ ദിവസങ്ങളിലോ മാസങ്ങളിലോ ഒക്കെ മാത്രം ഇത്തരം ചർച്ചകൾ അവശേഷിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് എന്തുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചോളം അത്ര അനുഗുണമല്ല എന്ന് നാം കരുതുകയാണ്. പ്രത്യേകിച്ച് പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടതില്ല, അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ അങ്ങനെ ഒരു സമയമേ നിശ്ചയിക്കേണ്ടതില്ല എന്നുള്ളതാണ്. കാരണം അത് വിശുദ്ധ ഖുർആൻ അത്രമേൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. നമ്മൾ ആ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കുന്നവരാണ്. പരിശുദ്ധ ഖുർആനിനോട് ആ അർത്ഥത്തിൽ സമീപിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ആ അർത്ഥത്തിൽ അൽഹംദുലില്ലാ പരിശുദ്ധ റമദാനിന് മുന്നോടിയായി തന്നെ പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് ഇങ്ങനെ ഒരു സംസാരം നമ്മൾ നിശ്ചയിക്കുമ്പോൾ അതിൻ്റെതായ ഫലമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അള്ളാഹുവിനോട് ആ അർത്ഥത്തിൽ നമുക്കത് ഗുണകരമാകാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അർത്ഥം നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഞാനതിൻ്റെ വളരെ ഒരുപക്ഷെ സാധാരണ നിന്ന് വ്യത്യസ്തമായൊരു തലക്കെട്ടാണ് നമുക്ക് ഇന്നത്തെ ചർച്ചയ്ക്ക് നിശ്ചയിക്കപ്പെട്ടുള്ളത്. ഖുർആൻ മധുരം എന്നതാണ് അതിൻ്റെ ഒരു തലക്കെട്ട്. സാധാരണ നമ്മൾ കേൾക്കുന്നത് വ്യത്യസ്തമായൊരു തലക്കെട്ടും അല്ലെങ്കിൽ ഒരു ഉള്ളടക്കമൊക്കെ ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും അതൊരു ചർച്ചയിലൂടെ വരേണ്ടത്. ഞാനിവിടെ ഓതി വെച്ച ഏതാനും വചനങ്ങൾ നമുക്കൊക്കെ സുപരിതമാണ്. സൂറത്തുൽ ജുമുഅയിലെ ഏതാനും വചനങ്ങളാണ് ഞാൻ ഓതി വെച്ചത്. ഒരുപക്ഷെ അർത്ഥം പറയേണ്ടതില്ലാത്തവണ്ണം നമുക്കൊക്കെ സുപരിതമായ അധ്യായവും ആയത്തുകളും ഒക്കെയാണ് ഞാൻ ആദ്യത്തിലൂടെ ഓതി വെച്ചത്. അള്ളാഹു പറയുന്നുണ്ടല്ലോ, യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് الملك القدوس العزيز الحكيم هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. വളരെ ഈ അധ്യായം നമ്മൾ ഇന്ന് തലക്കെട്ടായി നിശ്ചയിച്ച ഖുർആനിന്റെ മധുരത്തെ വല്ലാത്ത രീതിയിൽ പ്രതിപാദിക്കുന്ന വളരെ ചെറിയൊരു ശകലം മാത്രമാണ് ഞാൻ ഈ ഓതിയ ആയത്തുകളിലൂടെ കാണാൻ കഴിയുക. ഞാൻ അതിൻ്റെ ഒരു വർത്തമാനം പറഞ്ഞുകൊണ്ട് അതിൻ്റെ വിശദാംശത്തേക്ക് പ്രവേശിക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ജുമുഅയിലൂടെ പല സൂറത്തുകളിൽ എന്ന വണ്ണം അള്ളാഹു പറയുന്നത് യുസബ്ബിഹു ലില്ലാഹ്, അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നുണ്ട്. നേരത്തെ ചില അധ്യായങ്ങളിൽ അള്ളാഹു സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലെല്ലാം അവനെ പ്രകീർത്തിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ചിലടത്ത് അള്ളാഹു സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, നീ നിന്റെ അത്യുന്നതനായ റബ്ബിന്റെ നാമത്തെ നീ പ്രകീർത്തിക്കുക എന്ന് ആഹ്വാനം ചെയ്യുന്നുണ്ട്. മറ്റു ചിലടത്ത് അള്ളാഹു സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം എന്ന് തുടങ്ങി ഈ ഇസ്രാ രാവിനെ കുറിച്ച് അല്ലെങ്കിൽ ഇസ്രാ യാത്രയെ കുറിച്ചൊക്കെയുള്ള പ്രതിപാദനത്തിൽ അള്ളാഹു സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സൽ ലദീ ബാറക്നാ ഹൗല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വചനത്തിലൂടെ സൂറത്തുൽ ജുമുഅയിലൂടെ നമ്മുടെ മുമ്പിൽ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം, സാധാരണ വ്യത്യസ്തമായി അള്ളാഹു 4 വിശേഷണങ്ങൾ നൽകിക്കൊണ്ടാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മെ അഭിമുഖീകരിക്കുന്നത്. അള്ളാഹു പറയുന്നത് എന്തായിരുന്നു? യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദിൽ മലിക്കിൽ ഖുദ്ദൂസ് അൽ ഖുദ്ദൂസ് അൽ അസീസ് അൽ ഹകീം. അള്ളാഹുവിന്റെ 4 അപാരമായ നാമങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് സാധാരണകളിൽ പല ആയത്തുകളിലും 2 നാമങ്ങളൊക്കെയാണ് പരിമിതപ്പെടാറുള്ളത്, അൽ അസീസുൽ ഹക്കീം അല്ലെങ്കിൽ അസീസുൽ ഗഫൂർ എന്നൊക്കെ തുടങ്ങുന്ന. പക്ഷെ ഇവിടെ അള്ളാഹു 4 നാമങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം തുടക്കം കുറിച്ചിട്ടുള്ളത്. ഒന്ന് അത് അൽ മലിക്കാണെങ്കിൽ, മറ്റൊന്ന് അൽ ഖുദ്ദൂസാണ്, മറ്റൊന്ന് അൽ അസീസാണ്, മറ്റൊന്ന് അൽ ഹക്കീമാണ്. നമുക്കതിന്റെ അർത്ഥം അറിയാം. അൽ മലിക് എന്ന് പറയുമ്പോൾ രാജാധിപനാണ്. എല്ലാ ഈ പ്രപഞ്ചമാസകലമുള്ള ഈ പ്രപഞ്ചത്തെ മുഴുവനും അടക്കി ഭരിക്കുന്ന ആധിപത്യമുള്ള റബ്ബാണ് അവൻ, മലിക്കാണ്. രണ്ടാമത്തേത് അള്ളാഹു പറയുന്ന അൽ ഖുദ്ദൂസാണ്, പരമപരിശുദ്ധനാണ് അവൻ. അൽ ഖുദ്ദൂസ് എന്ന് പറയുമ്പോൾ മറ്റൊരാളാൽ പരിശുദ്ധമാക്കേണ്ടതില്ലാത്ത വണ്ണം ആത്യന്തികമായി സ്വമേധയാ പരിശുദ്ധമായൊരവസ്ഥയ്ക്കാണ് ഖുദ്ദൂസ് എന്ന് പറയുക. അതേപോലെ തന്നെ അവൻ അൽ അസീസും അൽ ഹക്കീമും ഒക്കെയാണ്. ഈ ഒരു ആയത്തിൽ ഞാൻ ഖുർആനിന്റെ മധുരം എന്ന തലത്തിലേക്ക് നമ്മളൊന്ന് ആലോചിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ ഒരു മധുരം ആസ്വദിക്കാൻ കഴിയുക എന്നതിലേക്കുള്ള ഒരു സൂചനയായിക്കൊണ്ടാണ് ഞാൻ ആയത്ത് ഉദ്ധരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ നാം കേവലമാകുന്ന രീതിയിൽ ഒരു പാരായണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ആ മധുരം അനുഭവിക്കാൻ കഴിഞ്ഞോളുന്നില്ല.
എന്നാൽ ചരിത്രത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവിതത്തിൻ്റെ 23 വർഷക്കാലം മാത്രം, 23 വർഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആയുസ്സിലൊന്നും അത്രമേൽ അധികമുള്ളൊരു കാലമല്ലല്ലോ. ഇപ്പോൾ വ്യക്തിപരമായി നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഇപ്പോൾ 2025 കഴിഞ്ഞ് 26 എത്തി നിൽക്കുന്ന നമുക്ക് 23 വർഷം മുമ്പ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 25 വർഷം എന്ന് പറഞ്ഞാൽ 2000 എന്ന ആണ്ടിൽ നിന്ന് തുടക്കം കുറിക്കുക. ആ 2000-ലൊക്കെ നടന്ന സംഭവങ്ങൾ നമുക്ക് അത്രത്തോളം ഇന്ന് നമ്മുടെ ഓർമ്മകളിൽ നിലനിൽക്കുന്നു. കാരണം അത് അത്ര വലിയ കാലദൈർഘ്യമൊന്നുള്ളതല്ല, മറിച്ച് നമുക്കൊക്കെ വളരെ കുറഞ്ഞ കാലം മാത്രം തോന്നുന്ന ഒരു സമയപരിധിക്കുള്ളിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു വിപ്ലവം സൃഷ്ടിച്ചതിൻ്റെ ഒരു സാഹചര്യം നമുക്കറിയാം. കേവലമാകുന്ന 23 വർഷം കൊണ്ട് മാത്രം ചരിത്രത്തിൽ തുല്യതയില്ലാത്തൊരു സമൂഹത്തെ സൃഷ്ടിച്ചെടുത്തൊരു അത്ഭുതകരമായ ഒരു വിപ്ലവം യഥാർത്ഥത്തിൽ മനുഷ്യ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല, ഇനിയൊന്നും സംഭവിക്കുകയില്ലല്ലോ. ഇത് കേവലം ഒരു മുസ്ലിമിന്റെ വാക്കല്ല, മറിച്ച് മനുഷ്യ ചരിത്രത്തെ പഠിച്ചവരെല്ലാം ഐക്യഖണ്ഡേന പറയുന്നുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിൽ സാധിച്ചതുപോലുള്ള ഒരു പരിവർത്തനം ഒരു സമൂഹത്തിലും ഒരു മനുഷ്യനും സാധിച്ചിട്ടില്ല, സാധിക്കുകയില്ല. അത് നമ്മളൊക്കെ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്ന മൈക്കിൾ എച്ച് ഹാർട്ടിനൊക്കെ പോലുള്ള മുസ്ലിം അല്ലാത്തവരായ ചരിത്രകാരന്മാരൊക്കെ പലപ്പോഴും രേഖപ്പെടുത്തിയൊരു സാക്ഷ്യമാണത്. മൈക്കിൾ എച്ച് ഹാർട്ടിന്റെ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകം ഒരുപക്ഷെ നമ്മൾ കേട്ട് കാണും. ദ 100 എന്നാണ് പുസ്തകത്തിന്റെ പേര്, അഥവാ ദ 100 മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി എന്നാണ്. എ റാങ്കിങ് ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി, അഥവാ മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള 100 ആളുകളുടെ റാങ്കിങ് എന്നതാണ് ആ പുസ്തകത്തിന്റെ പേര്. അങ്ങനെ പറഞ്ഞാൽ ഇതുവരെ മനുഷ്യ ചരിത്രത്തിൽ കണ്ടു കഴിഞ്ഞിട്ടുള്ള ചരിത്ര വിശകലനം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ മനുഷ്യ സമൂഹത്തിൽ ഇത്രത്തോളം ഇളക്കം സൃഷ്ടിച്ച ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ച് അല്ലെങ്കിൽ 100 ആളുകളെ കുറിച്ചുള്ള പഠനത്തിൽ അതിൽ ഒന്നാമത്തെ റാങ്കിങ് ആണത്. 100 ആളുകൾ അതിൽ റാങ്ക് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഒന്നാമതായി അദ്ദേഹം രേഖപ്പെടുത്തി മുസ്ലിം അല്ലാത്ത മൈക്കിൾ എച്ച് ഹാർട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അദ്ദേഹം അത് കേവലം ഒരു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തി എന്ന അർത്ഥത്തിൽ മാത്രമാണ് രേഖപ്പെടുത്തുന്നത്. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ അംഗീകരിക്കുന്നവനല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തും അങ്ങനെ ഒരു വഹീനെ അംഗീകരിക്കുന്നവനല്ല. പക്ഷെ എന്നിട്ട് പോലും ചരിത്രത്തിൽ, മനുഷ്യ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വണ്ണം മനുഷ്യ സമൂഹത്തെ സ്വാധീനിച്ച 100 മനുഷ്യരുടെ ചരിത്രമെടുത്ത് അതിൽ ഒന്നാം റാങ്ക് നൽകാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ് അദ്ദേഹം ആ ഒരു റാങ്കിങ് നൽകുന്നതെങ്കിൽ എന്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ഒരു വിപ്ലവം സാധിച്ചു എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടിയാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനാകുന്ന ഈ പ്രകാശത്തെ, ഈ മധുരത്തെ, ഈ അക്ഷയഖനിയെ, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ മുഅ്ജിസത്തിനെ, അതിന്റെ യഥാർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ആ ഖുർആൻ തന്നെയാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്തും പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. പലപ്പോഴും പക്ഷെ ആ ഒരു ഖുർആനിന്റെ മധുരവും അതിൻ്റെ ഒരു ആനന്ദവും അനുഭവിക്കാൻ കഴിയാതെ പോകുന്നു എന്നത് എന്തുകൊണ്ട് എന്നൊരു പുനരാലോചനയുടെ ചെറിയ ഒരു ശ്രമം മാത്രമാണ് എൻ്റെ ഈ വർത്തമാനത്തിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഈ ഒരു മാറ്റം ഈ വിപ്ലവം സാധിച്ചത് വിശുദ്ധ ഖുർആനാകുന്ന ഈ വെളിച്ചത്തിൽ നിന്നുകൊണ്ടാണെങ്കിൽ ഞാൻ ഈ ആദ്യത്തിൽ ഓതിയ സൂറത്തുൽ ജുമുഅയിലെ ആയത്ത് തന്നെ അതിന്റെ ഏറ്റവും സുന്ദരമായ ഒരു ചിത്രം പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ പറഞ്ഞുവല്ലോ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു പറയുന്നു അൽ മലിക്കിൽ ഖുദ്ദൂസ് അൽ അസീസ് അൽ ഹകീം. 4 നാമങ്ങൾ കൊണ്ട് അള്ളാഹു തുടക്കം കുറിക്കുക. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ്. എന്നാണ് അള്ളാഹു ആ അടുത്ത ആയത്തിൽ പറയുന്നത് ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ഖുർആനിന്റെ ഒരു അത്ഭുതകരമായ ഒരു നളുമ് എന്ന് പറയും, ഒരു സ്ട്രക്ചർ നമുക്ക് ഈ ആയത്തുകൾ കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ അത് അമാനുഷികമായി മാറുന്നത് ഏതൊക്കെ തലത്തിലാണെന്ന് ചോദിച്ചാൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത തലങ്ങളിലെല്ലാം അതിന് അമാനുഷികതകൾ പ്രകടമാണ്. മഹാന്മാരായ ഇമാമുകൾ, മഹാന്മാരായ പണ്ഡിതന്മാർ, ഉലമാക്കൾ അത് വിശദമായി നമ്മുടെ മുമ്പിൽ, ലോകത്തിന് മുമ്പിൽ അത് വിശദീകരിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ വളരെ പ്രഥമമായ അല്ലെങ്കിൽ പ്രാഥമികമായ ഒരു തലം എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിന്റെ 114 അധ്യായങ്ങൾ, 6236 ആയത്തുകൾ വരുന്ന ഈ ഒരു മഹത്തായ ഗ്രന്ഥത്തിലുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറയുന്ന, ഘടന എന്ന് പറയുന്ന അത്ഭുതകരമായ ഒരു പ്രതിഭാസമാണ്. ഈ ഒരു ആയത്തിലൂടെ നമ്മൾ കടന്നുപോയാൽ നമുക്ക് കാണാൻ കഴിയുന്ന എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ ഒന്നാമത്തെ വിശേഷണം അൽ മലിക്കാണെങ്കിൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത്തെ ഈ ആയത്തിൽ പ്രവാചകനെ പരിചയപ്പെടുത്തുമ്പോൾ പറയുന്ന വചന വിശേഷണം എന്തായിരുന്നു? യത്ലു അലൈഹിം ആയാതി എന്നതാ. അങ്ങനെ പറഞ്ഞാൽ എന്താ? മലിക്കാകുന്ന റബ്ബിന്റെ, ആ രാജാവാകുന്ന രാജാധിപനായ അള്ളാഹുവിന്റെ വചനങ്ങളെ പാരായണം ചെയ്യുക, ജനങ്ങൾക്ക് മുമ്പിൽ അത് ഓതിക്കേൾപ്പിക്കുക, അത് വായിച്ചു കേൾപ്പിക്കുക എന്ന ഒന്നാമത്തെ ദൗത്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഏൽപ്പിച്ചിട്ടുള്ളത്. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിന്റെ മധുരം അനുഭവിക്കാനുള്ള ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ വിശുദ്ധ ഖുർആനിന്റെ പാരായണം തന്നെയാണ് ഒന്നാമത്തേത്. ഞാൻ ആ അർത്ഥത്തിൽ അതിന് സമീപിക്കാൻ ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും നമുക്ക് വിശുദ്ധ ഖുർആനിന്റെ ഒരു പാരായണം, തിലാവത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചർച്ചയാകാതെ പോകാറുണ്ട് പലപ്പോഴും. എന്താണ് അള്ളാഹുവിന്റെ കലാമിനെ തിലാവത്ത് ചെയ്യുക എന്നതിന്റെ താല്പര്യം എന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന്റെ കലാമിന് നമ്മൾ ശബ്ദം നൽകലാണല്ലോ അള്ളാഹുവിന്റെ കലാം നമ്മൾ തിലാവത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ. തിലാവത്തുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? അള്ളാഹുവിന്റെ കലാം, ആ കലാമിന് ഞാൻ എൻ്റെ ശബ്ദം നൽകലാണ്. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, സയ്യിനുൽ ഖുർആന ബി അസ്വാതികും, നിങ്ങൾ നിങ്ങളുടെ ശബ്ദം കൊണ്ട് ഖുർആനിനെ മധുരമാക്കുക, അലങ്കരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഖുർആനിന്റെ മാധുര്യം അനുഭവിക്കാനുള്ള ഒന്നാമത്തെ തലം എന്ന് പറയുന്ന ആ വിശുദ്ധ ഖുർആനിന്റെ പാരായണം തന്നെയാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് ഒന്നാമതായി നിർവഹിച്ച ദൗത്യമായി കൊണ്ട് അല്ലാഹു പറയുന്നത്, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതി. അള്ളാഹുവിന്റെ വചനങ്ങൾ, രാജാധിപനായ, രാജാവായ, മലിക്കുൽ ജബ്ബാറായ ആ റബ്ബിന്റെ വചനങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ പാരായണം ചെയ്യുക എന്നതായിരുന്നു. ആ പാരായണം ചെയ്യുന്ന മാത്രയിൽ തന്നെ വിശുദ്ധ ഖുർആനിന് മുമ്പിൽ സാഷ്ടാംഗം നമിച്ച ചരിത്രം എത്രയോ ആണ്. അത് ഇന്നും ആവർത്തിച്ചു കൊണ്ടിരിക്കുക. ചരിത്രത്തിൽ തുല്യതില്ലാത്ത വണ്ണം ആ ഖുർആനിക വചനങ്ങൾ കേൾക്കുന്ന മാത്രയിൽ അതിനു മുമ്പിൽ എല്ലാ അർത്ഥത്തിലും കീഴൊതുങ്ങി പോകുന്ന അനുഭവങ്ങൾ എത്രയോ ഉണ്ട്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ ഒരു സംഭവം നമുക്കറിയാമല്ലോ. ഇസ്ലാമിക ഉമ്മത്തിൽ നിന്ന് ആദ്യകാലത്ത് അബിസീനിയയിലേക്കുള്ള ഒരു ഹിജറയുടെ ചരിത്രം നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുമതി പ്രകാരം ഏതാനും സഹാബിവര്യന്മാർ അബിസീനിയയിലേക്ക് ഹിജറ പോകുന്ന പശ്ചാത്തലം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ ഊഴമെത്തി ഹിജറ പുറപ്പെടുമ്പോഴാണ് അദ്ദേഹത്തെ തടയുന്നത്. ആര്? ഇബ്നു ദുഗ്ന എന്ന് പറയുന്ന ഒരു മുശ്രിക്കായ ഒരു മനുഷ്യൻ. നമ്മളത് പലപ്പോഴും വേറൊരു അർത്ഥത്തിൽ കേട്ടിട്ടുണ്ടാവും ആ സംഭവം. മതസാഹോദര്യത്തിന്റെ അല്ലെങ്കിൽ നമുക്ക് ഈ ലോകത്ത് നിലനിൽപ്പിന്റെ ഒക്കെ കുറിച്ച് വർത്തമാനങ്ങൾ പറയുമ്പോൾ അത് കേൾക്കാം. പക്ഷെ ഞാൻ ഈ ഒരു സംഭവത്തെ വേറൊരു അർത്ഥത്തിൽ നമുക്കത് വായിച്ചെടുക്കാൻ കഴിയും. എന്തായിരുന്നു? ഇബ്നു ദുഗ്ന തന്റെ തനിക്ക് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തടഞ്ഞു വെച്ചുകൊണ്ട് പറയുന്നുണ്ടല്ലോ, മിസ്ലുക ലാ യഖ്റുജു വലാ യുഖ്റജ്, താങ്കളെപ്പോലുള്ള ആളുകൾ ഈ നാട്ടിൽ നിന്ന് പുറത്തു പോകരുത്, തങ്ങളെപ്പോലുള്ള ഒരാളും ഇവിടെ നിന്ന് പുറത്താക്കപ്പെടാൻ പാടുമില്ല. ഇന്ന് നമ്മൾ ആരൊക്കെ ഓരോരുത്തർ എങ്ങനെയാണ് ഇവിടെ നിന്ന് ആട്ടി പറഞ്ഞേക്കാമെന്നാണ് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഒരു വർത്തമാനം, ഈ അവിടത്തോടുള്ള വർത്തമാനം നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഇബ്നു ദുഗ്ന അദ്ദേഹത്തിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അഭയം നൽകുകയാണ്. സ്വാഭാവികമായിട്ട് മക്കയിലെ മുശ്രിക്കുകൾ, ഖുറൈശി പ്രമുഖർ ഇബ്നു ദുഗ്നയെ എന്തുകൊണ്ട് നീ അബൂബക്കറിന് അഭയം നൽകി എന്ന അർത്ഥത്തിൽ ശകാരിക്കുകയോ അല്ലെങ്കിൽ അതിനെ വിവരമന്വേഷിക്കുകയോ ചെയ്യുമ്പോൾ ഇബ്നു ദുഗ്ന പറയുന്നുണ്ട്, ഞാൻ അദ്ദേഹത്തിന് വാക്ക് കൊടുത്തുപോയി, ആ വാക്ക് ലംഘിക്കുക എന്നുള്ളത് എനിക്ക് അസാധ്യമായൊരു കാര്യമാണ്. അങ്ങനെ അവസാനം ഖുറൈശി പ്രമുഖർ ഇബ്നു ദുഗ്നയോട് പറഞ്ഞൊരു വർത്തമാനം എന്താ ചോദിച്ചാൽ, അതെ, നീ അബൂബക്കറിന് വാക്ക് കൊടുത്തുവെങ്കിൽ അതായിക്കോട്ടെ, പക്ഷെ അബൂബക്കറിന് നീ നിന്റെ വീട്ടിൽ അഭയം നൽകണമെങ്കിൽ ഒരേ ഒരു നിബന്ധന പാലിക്കേണ്ടതായിട്ട് വരും. എന്തായിരുന്നു ആ നിബന്ധന എന്ന് ചോദിച്ചാൽ, അബൂബക്കർ രാത്രി സമയങ്ങളിൽ നടത്തുന്ന ഖുർആൻ പാരായണം ഉണ്ടല്ലോ, ഉച്ചത്തിൽ നടത്തുന്ന ഖുർആൻ പാരായണം, അത് അനുവദിക്കാൻ പാടില്ല. രാത്രിയിൽ അബൂബക്കർ തന്റെ നമസ്കാരങ്ങളിലോ മറ്റുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഉച്ചത്തിൽ നടത്തുന്ന ഖുർആൻ പാരായണം നടത്താതെ നിനക്ക് വേണമെങ്കിൽ അബൂബക്കറിന് തന്റെ വീട്ടിൽ അഭയം നൽകാം. എന്താണ് കാരണം? അബൂബക്കർ ഉച്ചത്തിൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അത് കേൾക്കുന്ന മാത്രം ഞങ്ങളിലുള്ള ദുർബലരായ ആളുകൾ, സ്ത്രീകളും ചെറുപ്പക്കാരും ഒക്കെ ആ ഖുർആനിലേക്ക് ആകർഷിച്ചു പോവുകയാണ്. അവിടെയാണ് യത്ലു അലൈഹിം ആയാതിഹി എന്ന് അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നത്. ഖുർആൻ കേൾക്കുന്ന മാത്രമേ, അതാണ് ഖുർആനിന്റെ മധുരം. ഖുർആനിന്റെ ഒരു മധുരം അതാണ്. ഞാൻ ഈ ഒരു സദസ്സായതുകൊണ്ട് നമുക്കത് ഒന്ന് പാരായണമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇതുപോലുള്ള സദസ്സിൽ എത്രത്തോളം അത് പ്രായോഗികമാകുമെന്ന് എനിക്കറിയില്ല. ഖുർആനിന്റെ ഒരു പാരായണം ഉണ്ടല്ലോ, അത് 2024-ലും 2025-ലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഏതാനും 1-2 വർഷങ്ങൾക്ക് മുമ്പാണല്ലോ ഖത്തറിൽ ലോകതലത്തിൽ തന്നെ നടന്ന വേൾഡ് കപ്പ് മത്സരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ മത്സരത്തിനിടയിൽ നടന്ന ഒരു അവിടുത്തെ ഒരു വാർത്തകൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പക്ഷെ ശ്രദ്ധിച്ചു കാണും. എന്തായിരുന്നു അത്? അറബി അക്ഷരങ്ങൾ കേട്ടിട്ടില്ലാത്ത, അറബ് നാടെന്തെന്നറിയാത്ത, ഇസ്ലാം എന്തെന്നറിയാത്ത, ഖുർആൻ എന്തെന്നറിയാത്ത, ഫുട്ബോൾ പ്രേമികളൊക്കെ ആയിട്ടുള്ള വിദേശികളായിട്ടുള്ള കാണികൾ
ആ പ്രദേശത്തേക്ക് വന്നപ്പോൾ അവിടുത്തെ ദാഇകളായ ആളുകൾ, ഇസ്ലാമിൻ്റെ പ്രബോധകർ എന്ന അർത്ഥത്തിൽ ഗവൺമെൻറ് തലത്തിൽ നിശ്ചയിക്കപ്പെട്ടുള്ള ചെറുപ്പക്കാരായ ആളുകൾ ഇതുപോലുള്ള അതിഥികളായി വന്നവരുടെ കാതുകളിൽ ഹെഡ്സെറ്റൊക്കെ വെച്ചുകൊണ്ട് ഖുർആനിലെ ചില വചനങ്ങൾ കേൾപ്പിക്കുകയായിരുന്നു. ഇവർക്കറിയില്ല ഇതെന്താണ് കേൾക്കുന്നത്, അറബി എന്താണെന്നറിയില്ല, ഖുർആൻ എന്താണെന്നറിയില്ല. അങ്ങനെ ഇതുവരെയും ഒരു അറബി അക്ഷരം പോലും കേൾക്കാത്ത ആളുകൾ ഈ ഖുർആൻ വചനം കേട്ടതിന് ശേഷം എന്താണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് ചോദിക്കുമ്പോൾ ഓരോരുത്തരും പറയുന്ന അത്ഭുതകരമായ വർത്തമാനങ്ങളാണ്. ഇതുവരെ ഇല്ലാത്തൊരു സമാധാനം, ഒരു ശാന്തി, ഒരു പ്ലഷർ, വല്ലാത്തൊരു ആനന്ദം ഞങ്ങൾക്കത് അനുഭവിക്കാൻ കഴിയുന്നു എന്ന് ഈ ആളുകൾ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് ഖുർആനിന്റെ മാധുര്യത്തിന് ഒന്നാമത്തെ ഒരു തലം എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ കലാമിനെ, അള്ളാഹുവിന്റെ വചനങ്ങളെ സ്വരമാധുര്യത്തോടുകൂടി അത് പാരായണം ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിർവഹിച്ച ദൗത്യത്തെ നമുക്ക് കാണാൻ കഴിയുകയാണ്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതി. അതാണ് ഒന്നാമത്തായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച ദൗത്യം. പ്രിയമുള്ളവരെ, വരാനിരിക്കുന്ന റമദാനൊക്കെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ആ തലത്തിലൊന്ന് അല്പം ശ്രദ്ധ പതിപ്പിക്കാൻ കഴിഞ്ഞാൽ എന്താണത്? അള്ളാഹുവിൻ്റെ കലാമാണ് ഞാൻ പാരായണം ചെയ്യുന്നത് എന്ന ബോധത്തോടു കൂടി, അതതിൻ്റെ ഹർഫുകളും അക്ഷരങ്ങളും ഒക്കെ അതിൻ്റെ തനതായ അറബിയിൽ തന്നെ ഉച്ചരിക്കാൻ അല്പമെങ്കിലും ശ്രമിച്ചുകൊണ്ട്. എന്താണ് അറബിയിൽ തന്നെ ഉച്ചരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ? ചിലപ്പോഴെങ്കിലും നമുക്ക് പലയിടത്തും ഖിറാഅത്തുകളൊക്കെ കേൾക്കാൻ കഴിയാറുണ്ട്. നല്ല സുന്ദരമായ മലയാളത്തിലാണ് പലരും ഖുർആൻ ഓതാറുള്ളത്. എങ്ങനെ മലയാളത്തിൽ ഖുർആൻ ഓതുക? ഞാനിപ്പോൾ നമ്മളിവിടെ നിന്ന് ഓതി നോക്കിയാൽ നമുക്കറിയാം ആരൊക്കെയാണ് മലയാളത്തിൽ ഖുർആൻ ഓതാറ്. നമുക്കറിയാം അല്ലേ? ഓരോരുത്തരും അങ്ങനെ ഓത് തന്നെ ഒരു ഓത്താണ്. ഇന്നൽ ഇൻസാന ലയത്ഗ, അത് മലയാളമാണ്. അറബിയിലുള്ള ഒരു ഖുർആൻ പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. കിതാബൻ അറബി ബിലിസാനൻ അറബി ഹുക്മുൻ അറബി എന്ന് അള്ളാഹു ആവർത്തിച്ച് പറയുന്നുണ്ട്. അത് അറബിയിലുള്ള ഖുർആനാണ്. അറബിയിലുള്ള പാരായണം അതിന് പ്രധാനമാണ്. ചിലപ്പോഴെങ്കിലുമൊക്കെ അറബിയിലുള്ള അക്ഷരങ്ങൾ പോലും നമുക്ക് യഥാവിധി ഉച്ചരിക്കാൻ കഴിയാതെ പോകുമ്പോൾ വളരെ വലിയ ഗുരുതരമായ അർത്ഥവിലോപങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒരിടത്ത് നമ്മൾ കേൾക്കുകയാണ്, അല്ലദീന ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. വളരെ രാഗാത്മകമായിട്ടാണ് പാരായണമൊക്കെ ചെയ്യുക. പക്ഷേ അയാൾ ഓതിക്കൊണ്ടിരിക്കുകയാണ് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. മഅദല്ലാഹ്. എന്താ പറഞ്ഞത്? ഞാനിങ്ങനെ പ്രസംഗിച്ചു പോകുമ്പോൾ നിങ്ങൾ റേഞ്ചൊക്കെ പോകും. എന്താ അങ്ങനെ ഒരാൾ ഓതി അതിൻ്റെ അർത്ഥപ്രശ്നം എന്താ? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥപ്രശ്നം? ഗൈബ് എന്നാണ് ഖുർആൻ പറയുന്നത്. അതേസമയം നമ്മൾ പറയാം പുള്ളില്ല അതിന് പുള്ളില്ലാത്ത അതിന്. രണ്ടും അയിനാണ്, ഒന്ന് പുള്ളിയില്ല ഒന്ന് പുള്ളില്ല. പക്ഷെ അതിന് തമ്മിൽ അർത്ഥവൈബം ഭയങ്കര വല്ലാത്ത വ്യത്യാസം. കാരണം വെച്ചാൽ ഇസ്ലാമിനെ കുറിച്ച് അള്ളാഹു പറയുമ്പോൾ അടിസ്ഥാനപരമായി പറയുന്ന അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് എന്നാണ്. ഗൈബ് അദൃശ്യത്തിലുള്ള വിശ്വാസമാണ്. അതേസമയം അത് ഐബായി പോയാലോ ന്യൂനതയിൽ അല്ലെങ്കിൽ പോരായ്മയിൽ എന്നാണ്. അഥവാ ഇസ്ലാമിനെ തന്നെ തകർത്ത് കളയലാണ് നമ്മൾ ഒന്നാമത്തെ ആയത്തിൽ തന്നെ ചെയ്തു പോകുന്നത്. ഇതൊരു പക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല, സംഭവിച്ചു പോവുകയാണ്. വേറെയും കുറേ ഉദാഹരണങ്ങൾ കാണാം. നമ്മളിങ്ങനെ ദൗർഭാഗ്യവശാൽ അങ്ങനെ ഖുർആൻ ഒന്ന് പഠിക്കാൻ അവസരം കിട്ടിയെന്ന് തോന്നിപ്പോകും ചിലപ്പോഴേലും. കാരണം കേൾക്കുന്നിടത്തൊക്കെ ഇത്തരം കുറേ, ഇപ്പോൾ നമ്മളൊക്കെ പലപ്പോഴും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നൊക്കെ പറയാറ്. എന്താണ് ഈ ലാ ഹൗല വലാ ഖുവത? ലാ ഹൗലയും ലാ ഹൗലയും നമ്മൾ വ്യത്യാസം എന്തായിരിക്കും? ഒന്ന് പറഞ്ഞു നോക്കി. നിങ്ങൾ പറഞ്ഞോളൂ. ഞാനിങ്ങനെ ഇത് നമ്മൾ പ്രസംഗമായി കരുതരുത്, നമ്മൾക്ക് ഒരു ചെറിയൊരു വർത്താനായിട്ട് ചെയ്യാം. എന്താണ് ലാ ഹൗലയും ലാ ഹൗലയും നമ്മൾ വ്യത്യാസം? ഹൗല എന്ന അള്ളാഹുവിന്റെ ശക്തിയെ കുറിച്ച് പറയുമ്പോൾ ലാ ഹൗൽ എന്ന് പറഞ്ഞാൽ ഭയാനക ഭീമാകാരം എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ നമ്മൾ ഉച്ചരിക്കണം. അപ്പോൾ അത് ഉച്ചരിച്ചാലും അർത്ഥം എങ്ങനെയെന്ന് പറയാൻ പറ്റുമോ നമുക്ക്? അത് ഏത് ഭാഷയിലും അങ്ങനെ തന്നെയല്ലേ. ഖുർആനിന്റെ വളരെ പ്രഥമമായൊരു കാര്യം അതാ. വിശുദ്ധ ഖുർആൻ ഉടനീളം നമുക്കത് കാണാൻ കഴിയും. ചിലർ ഓതിപ്പോവും എന്തായിരുന്നു? ലാ യസ്തവി അസ്ഹാബുൻ നാരി വഅസ്ഹാബുൽ ജന്ന അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ. എന്താ ഓതുന്നത്? ലാ യസ്തവി അസ്ഹാബുന്നാർ എന്ന സ്വാദിന് പകരം അസ്ഹാബുന്നാർ ഓതിക്കഴിഞ്ഞാൽ പ്രശ്നം എന്താ സംഭവിക്കുക? അള്ളാഹു പറയുന്നത് സ്വർഗാവകാശികളും നരകാവകാശികളും തുല്യരല്ല. നമ്മൾ പറയുന്നത് എന്താ? സ്വർഗത്തിന്റെ മേഘങ്ങളും നരകത്തിന്റെ മേഘങ്ങളും തുല്യമല്ല എന്നാ. അക്ഷരം മാറുമ്പോൾ സംഭവിക്കുന്ന അർത്ഥവൈകല്യങ്ങൾ എന്താ? നമ്മളൊരു മഹാന്മാരായ പണ്ഡിതന്മാർ ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു കാര്യത്തിൽ, ഖുർആൻ പാരായണത്തിൽ വന്നു പോകുന്ന ഗുരുതരമായ പാപകപ്പിഴവിൽ ഒന്ന് അതിൻ്റെ അക്ഷരങ്ങൾ നമ്മൾ മാറി ഉച്ചരിക്കുക എന്നുള്ളതാണ്. അർത്ഥത്തിൽ ഉച്ചരിക്കുമ്പോൾ അർത്ഥം തന്നെ മാറിപ്പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അള്ളാഹുവിൻ്റെ വചനങ്ങളെ തിലാവത്ത് ചെയ്യുന്നിടത്തുള്ളൊരു മധുരം, അവിടെയാണ് അതിൻ്റെ മധുരം പ്രധാനമായി മാറുക.
അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിന്റെ ആദ്യ സന്ദർഭങ്ങളിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹുവിന്റെ കലാമിനെ തിലാവത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഏതോ അർത്ഥത്തിലൊരു തിലാവത്തല്ലല്ലോ. അല്ലാഹു തന്നെ പറയുന്നുണ്ടാ, ഇന്ന അലൈനാ ജംഅഹു വഖുർആന ഫഇദാ ഖറഅനാഹു ഫത്തബി ഖുർആന എന്താ പറഞ്ഞത്? ഈ ഖുർആൻ താങ്കൾക്ക് ഹൃദയസ്ഥമാക്കി തരിക എന്നുള്ളത് നമ്മുടെ ദൗത്യമാണ് എന്നല്ല, ബയാന ഈ ഖുർആനിനെ താങ്കൾക്ക് വിശദീകരിച്ചു തരിക എന്നുള്ളത് നമ്മുടെ ദൗത്യമാണ്. അല്ലാഹു പറയാ അത് വിശദീകരിച്ചു തരിക മാത്രമല്ല, ഖുർആന ആ ഖുർആനിന്റെ പാരായണം ചെയ്തു തരിക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ നാം താങ്കൾക്ക് അത് പാരായണം ചെയ്തു തരുമ്പോൾ താങ്കൾ ആ പാരായണത്തെ പിൻപറ്റണം. അഥവാ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ കലാം എങ്ങനെ പാരായണം ചെയ്യുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. അവിടുന്ന് പഠിപ്പിക്കപ്പെട്ടു, സഹാബിമാർക്ക് അത് പഠിപ്പിച്ചു കൊടുത്തു. അവിടുന്ന് അങ്ങോട്ട് നമുക്ക് താവഴിയായി നമുക്ക് ആ പാരായണം നമ്മിലേക്ക് വന്നെത്തി. അതുകൊണ്ടാണ് അല്ലാഹു പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത്, അല്ലദീന ആതൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ്ഖ തിലാവതി ഉലൈക യുഅ്മിനൂന ബിഹി എന്ന് പറയുന്നത്. അല്ലദീന ആതൈനാഹുമുൽ കിതാബ, നാം ഗ്രന്ഥം നൽകിയ ജനതയുണ്ടല്ലോ, അവർ യത്ലൂനഹു ഹഖ്ഖ തിലാവതിഹി, ആ ഗ്രന്ഥത്തെ ഏറ്റവും ശരിയാവണ്ണം അത് പാരായണം ചെയ്യുന്നവരാണ് അവർ. അപ്പോൾ ഞാനിത് പറയുമ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ നടക്കുമോ, കാലത്രയായില്ലേ എന്ന ഒരു മനസ്സിലല്ല നമ്മളെത്തന്നെ. ഏതോ അർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ കലാമിനെ അതിനോട് നീതി പുലർത്തുമാറുള്ള ഒരു പാരായണത്തിൻ്റെ ഒരു തലം, അവിടെയാണ് ഖുർആനിൻ്റെ മധുരം നമുക്ക് അനുഭവിക്കാൻ കഴിയുക. അത്ഭുതകരമാണ് ആ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത്. ആ ഖുർആനിൻ്റെ ശബ്ദം അത് എന്താ പറയാ, കരുണയും റഹ്മത്തും ഒക്കെയാകുന്ന വർത്തമാനങ്ങൾ നമ്മുടെ മുമ്പിൽ അള്ളാഹു വിശദീകരിക്കുമ്പോൾ ആനന്ദകരമായ ശൈലിയിൽ അള്ളാഹു നമ്മോട് സംസാരിക്കുക. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ വന്നജ്മു വശ്ശജറു യസ്ജുദാൻ. മനസ്സങ്ങ് ലയിച്ചു പോകും ആ ഖുർആനിൽ, കാരുണ്യത്തിന്റെ വാക്കുകളിൽ. അതേസമയോ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ. അത്ഭുതകരമായ ആ വരാനിരിക്കുന്ന ലോകത്തിന്റെ അവസാനത്തെ കുറിച്ച് വല്ലാത്ത ആ പ്രകമ്പനം ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ അനുഭവിക്കാൻ കഴിയും. അൽ ഖാരിഅ മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ. നമ്മൾ ഓതും അൽ ഖാരിയ മൽ ഖാരിയ വമാ, എന്തൽ ഖാരിയ. ഇതാണ് ഞാനിത് സാന്ദർഭികമായി ഖുർആന്റെ ഒരു മധുരം എന്നൊരു തലക്കെട്ടോട് വെച്ചുപോയി എന്നുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാതിരിക്കാൻ എനിക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ വചനങ്ങളെ അത് ആ അർത്ഥത്തിൽ അതിനുള്ള ഒരു ശ്രമം വരാനിരിക്കുന്ന റമദാൻ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ ഭാഗം ഉണ്ടാവുക എന്നത് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. അള്ളാഹു പറയുന്നുണ്ടാ, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതി. ആ മലിക്കുൽ ജബ്ബാറായ റബ്ബിന്റെ ആയത്തുകൾ, അധ്യാപനങ്ങളെ അള്ളാഹുവിന്റെ ദാസന്മാർക്ക് മുമ്പിൽ പാരായണം ചെയ്തു കൊടുക്കുക എന്നതായിരുന്നു ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം. ഒന്നാമതായി അങ്ങനെ പാരായണം ചെയ്യപ്പെടുന്നതിലൂടെ മാത്രം അള്ളാഹു പറയുന്നുണ്ടല്ലോ, വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. അല്ലേ, ആ ആയത്തുകൾ കേൾക്കുന്ന മാത്രയിൽ പാരായണം ചെയ്യപ്പെടുമ്പോൾ തന്നെ അവരുടെ ഈമാൻ അധികരിക്കുക. അതാണ് ഈമാൻ അധികരിക്കുന്ന ഒരു വിശ്വാസിയെ കുറിച്ച് പറയുന്നത്. അപ്പൊ അവിടെയാണ് പലപ്പോഴും നമ്മുടെ ഖുർആൻ പാരായണത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. മഹാന്മാരായ സലഫുകൾ പറയാറുണ്ടായിരുന്നു, ഖുർആനിനോടുള്ള നമ്മുടെ ഹക്കുകൾ എന്ന് പറഞ്ഞാൽ, അങ്ങനെ പറഞ്ഞാൽ ഖുർആനിനോടുള്ള നമ്മുടെ ബാധ്യതകൾ, അല്ലെങ്കിൽ ഖുർആനിന്റെ ഹക്ക് നമ്മുടെ മേലെന്താ, ഒന്നാമതായി അതിന് ഏറ്റവും സുന്ദരമായി പാരായണം ചെയ്യുക എന്നുള്ളതാണ്. അത് നിരന്തരം പാരായണം ചെയ്യുക എന്നുള്ളതാണ്. മഹാന്മാരായ സലഫുകൾ പറയാറുണ്ടായിരുന്നു, എന്താണ്, ഞങ്ങളുടെ കൂട്ടത്തിൽ 3 ദിവസത്തിൽ കുറഞ്ഞ ദിവസം കൊണ്ട് ഖുർആൻ ഖത്ം നടത്തുന്നവർക്ക് എന്തോ ന്യൂനത ഉണ്ടെന്ന് ഞങ്ങൾ കരുതും. ഞങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയിരുന്നു. സലഫുകൾ പറയാ, 3 ദിവസത്തിൽ കുറഞ്ഞ ദിവസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ പാരായണം ചെയ്യുന്നുവെങ്കിൽ അയാൾക്ക് എന്തോ പോരായ്മയുണ്ടെന്ന. മറുവശം കൂടെ അവർ പറയും, 40 ദിവസത്തിനുള്ളിൽ ഒരു തവണ ഖുർആൻ പാരായണം ചെയ്തില്ലെങ്കിൽ അവർക്കും എന്തോ ന്യൂനത ഉണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. ഞാനൊന്ന് സ്വകാര്യമായി ചോദിച്ചോട്ടെ, റജബ് എത്തി, ഷഅബാൻ എത്തി, കഴിഞ്ഞ റമദാന് ശേഷം ഞാനും നിങ്ങൾ എത്ര തവണ ഖുർആൻ ഖത്ം ചെയ്തിട്ടുണ്ടാവും?
ഒരു 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 ആത്മപരിശോധനയ്ക്കുള്ള സന്ദർഭമാണ് അല്ലേ? എവിടെയാണ് നമ്മൾ ഖത്തമുൽ ഖുർആൻ? റമദാൻ നമ്മൾ 2-3 ഒക്കെ ചെയ്ത് കാണും, പക്ഷേ ആ റമദാനോട് ശേഷം നമ്മൾ നടത്തിയ ഖത്തമുൽ ഖുർആൻ എത്രയാ നമ്മൾ ഹൃദയത്തിലൊന്ന്? ഞാനിവിടെ ആരാണ് ഏതാണെന്ന് ചോദിക്കേണ്ടതില്ലല്ലോ. പക്ഷെ പലപ്പോഴും നമ്മുടെയൊക്കെ ഖത്തമുൽ ഖുർആൻ റമദാന് ശേഷം എന്താ സംഭവിക്കുക വെച്ചാൽ ബക്കറയിൽ ഇങ്ങനെ കടന്ന് വട്ടം കറങ്ങുക കഴിയുക. ബക്കറ തുടങ്ങും, പിന്നെ 2 മാസം കഴിഞ്ഞ് വീണ്ടും ബക്കറ തുടങ്ങും, അങ്ങനെ ബക്കറയിൽ കടന്ന് തിരിയുക. പക്ഷെ മഹാന്മാരെ സലഫുകളുടെ അഥവാ വിശുദ്ധ ഖുർആനിന്റെ പാരായണമില്ലാത്തൊരു ദിവസമില്ല എന്നാ. അപ്പൊ നമ്മൾ ഗസയെ കുറിച്ചും അവിടുത്തെ വിശ്വാസി സമൂഹത്തിന്റെ ദൃഢനിശ്ചയത്തെക്കുറിച്ചൊക്കെ നമ്മൾ വല്ലാതെ വാതോരാതെ പറയാറുണ്ട്, അവരുടെ സ്റ്റാറ്റസുകളൊക്കെ വെക്കാറുണ്ട്. പക്ഷേ ഗസയിലുള്ള ആ ജനതയുടെ ഏറ്റവും വലിയ അത്ഭുത സിദ്ധി എന്തെന്ന് ചോദിച്ചാൽ, ഗസ എന്നത് ഭൂമിയിൽ 70% മനുഷ്യന്മാർ ഹാഫിളുകളായിട്ടുള്ള ഒരു പ്രദേശത്തിന്റെ പേരാണ് ഗസ എന്ന് പറയുന്നത്. അവിടുത്തെ ഓരോ പോരാളിയും അവിടുത്തെ ഓരോ ഉമ്മയും ഓരോ കുഞ്ഞും അവരുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനാണ്. അവിടെയാണ് കയ്യറ്റുപോകുന്ന സന്ദർഭത്തിൽ അതൊന്ന് തുന്നിച്ചേർക്കാൻ അനസ്തേഷ്യ കൊടുക്കാനുള്ള മരുന്നില്ലാതെ വരുമ്പോൾ ആ കുഞ്ഞ് പറയുകയാണ്, അങ്ങനെയെങ്കിൽ ഞാൻ അള്ളാഹുവിന്റെ കലാം പാരായണം ചെയ്യാം. ഞാൻ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കെ നിങ്ങൾക്ക് എൻ്റെ കയ്യെ അറ്റുപോകാനായ കയ്യ് നിങ്ങൾക്ക് വെച്ച് തുന്നിപ്പിടിപ്പിക്കാം. അവിടുത്തെ മഹാരഥന്മാരായ പോരാളികളായ ശുഹദാകളുടെ പേരുകൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ഓർത്തുപോകും, അവരേതോ യുദ്ധരണാങ്കണത്തിലെ പോരാളികൾ മാത്രമാണെന്ന് കരുതി പോകും. തെറ്റിദ്ധരിക്കരുത്. മഹാനായ ഇമാം ഇസ്മായിൽ ഹനിയെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ഒക്കെ വിശുദ്ധ ഖുർആന്റെ പാരായണം കേട്ട് കഴിഞ്ഞാൽ നമ്മളങ്ങനെ ഖുർആനിലേക്ക് അങ്ങ് ഇറങ്ങിപ്പോകും. അദ്ദേഹത്തോടൊപ്പം രക്തസാക്ഷിയായ ചെറുപ്പക്കാരനായിരുന്ന അബൂജമാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സന്തത സഹചാരിയായിരുന്നു. ഹാഫിളുകളാണ് അവരൊക്കെ, ഖുർആനാണ് അവരുടെ ജീവിതം. അവർ ഒരുമിച്ച് ചേരുമ്പോൾ ഖുർആൻ പാരായണം. പോരാളികളുടെ മാതൃകയായി നമ്മൾ ഇന്ന് ലോകം ആദരിക്കുന്ന ഷഹീദ് യഹിയാ സിൻവാർ, അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായിരുന്ന ഒരാൾ കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് പറഞ്ഞൊരു വർത്തമാനം എന്താ ചോദിച്ചാൽ, യഹിയാ സിൻവാർ അധികം സംസാരിക്കുമായിരുന്നില്ല പോലും. യാത്രകളിൽ അദ്ദേഹത്തിന്റെ നാക്കുകളിൽ നിന്ന് ഉരുവിടാറുണ്ടായിരുന്ന വിശുദ്ധ ഖുർആൻ ആയിരുന്നു എന്നാണ്. അതാണ് ഖുർആൻ, അതാണ് അവർക്ക് ഊർജം നൽകിയത്. അതുകൊണ്ട് അത് അവർ മാത്രം മനസ്സിലാക്കിയെന്നല്ല. കഴിഞ്ഞ ഏതാനും ഗസയിലെ കൊടുമ്പിരി കൊള്ളുന്ന ആക്രമണങ്ങളുടെ സന്ദർഭത്തിൽ അമേരിക്കയിൽ നിന്ന് അന്ന് അവിടുത്തെ ഏറ്റവും പ്രസിദ്ധയായ ഒരു ടിക്ടോക്ക് താരം മോറിസ് ബേഗൻ എന്നാണ് സഹോദരിയുടെ പേര്. അന്ന് 23 വയസ്സ് മാത്രമാണ് ആ സഹോദരിക്ക് ഉണ്ടായിരുന്നത്. മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ള മോറിസ് ബേഗൻ, അവർ ഗസയെ കുറിച്ച് കേൾക്കുന്നു, അറിയുന്നു, പഠിക്കുന്നു. എന്താണ് ഈ സമൂഹത്തിന് ഇത്രമേൽ പ്രചോദനമാകുന്നത്? ഇത്രമേൽ ഇസ്സത്തോടുകൂടി ധീരതയോടുകൂടി ഒരർത്ഥത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത വണ്ണം സ്ഥൈര്യത്തോട് നിലകൊടുക്കുന്നതിന് പ്രേരകം എന്താ? അവർ കണ്ടെത്തുന്നു അത് ഖുർആനാണെന്ന്. ഇന്ന് മോറിസ് ബേഗൻ അള്ളാഹുവിന്റെ ദീനിന്റെ പോരാളിയാണ്. അവർ അള്ളാഹുവിന്റെ ദീനിന്റെ വെളിച്ചം ജനങ്ങൾക്ക് പകർന്നു നൽകുന്ന സഹോദരിയാണ്. അവരെന്തുകൊണ്ട് ഈ ഇസ്ലാമിലേക്ക്, ഈ ദീനിലേക്ക് വന്നു എന്ന് ചോദിച്ചാൽ, ഗസയിലുള്ള ഓരോ കുഞ്ഞിന്റെയും ഊർജ്ജ സ്രോതസ്സാകുന്ന ഖുർആനാണെന്ന തിരിച്ചറിവിലൂടെയാണ്. ഇതാണ് തിലാവത്തു ആയാത്തില്ല എന്നതിന്റെ താല്പര്യം. അപ്പൊ അത്രമേൽ പ്രകമ്പനം കൊള്ളിക്കുന്ന തിലാവത്തു ആയാത്തില്ല. അവിടെയാണ് അല്ലാഹു പറയുന്നത്, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ യത്ലൂ അലൈഹിം ആയാതി. ആ ആയത്തുകൾ അങ്ങനെ പാരായണം ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതമാണ്. അങ്ങനെ ഖുർആൻ പാരായണം ചെയ്യപ്പെടാത്ത, കേൾക്കാത്ത, പാരായണം ചെയ്യാത്ത ഒരു ദിവസം ഒരു വിശ്വാസിക്കില്ല, കടന്നു പോവുകയില്ല എന്നതാണ് ഒരു വിശ്വാസിയുടെ ജീവിതം. ഞാൻ അതിൻ്റെ മറുവശങ്ങളിലേക്ക് വരികയാണ്. അള്ളാഹു സൂറത്തുൽ ജുമുഅയിൽ തനിക്ക് നൽകുന്ന വിശേഷണമായി കൊണ്ട് അള്ളാഹു പറഞ്ഞത് അൽ മലിക്കിൽ ഖുദ്ദൂസ് എന്നാണ്. പരിശുദ്ധനാണ് അവൻ. അവനെ ഒരു ന്യൂനതയും നമുക്ക് ചേർത്ത് പറയാൻ കഴിയാത്തവണ്ണം പരിശുദ്ധനാണ്. ഖുദ്ദൂസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു താല്പര്യം എന്ന് വെച്ചാൽ സ്വമേധയാ പരിശുദ്ധമായ ഒരു അവസ്ഥക്കാണ് ഖുദ്ദൂസ് എന്ന് പറയുക. ബൈത്തുൽ മഖ്ദിസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? അവിടെ ആരെല്ലാം അവിടെ മലീനമാക്കാൻ നോക്കിയാലും, സയൻസ് ശക്തികൾ അവരുടേതായ എല്ലാ തേരോട്ടം നടത്തിയാലും ബൈത്തുൽ മഖ്ദിസ് എന്നും ബൈത്തുൽ മഖ്ദിസായി നിലനിൽക്കുക തന്നെ ചെയ്യും. കാരണം അത് സ്വമേധയാ പരിശുദ്ധമാണ്. അതേസമയം നമ്മൾ പറയുന്ന സകാത്തൊക്കെ ഉണ്ടല്ലോ, സകാത്ത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? യുസക്കി എന്ന് പറയണം. കാരണം അത് സ്വമേധയാ പരിശുദ്ധമല്ലാത്ത ഒന്നിനെ പരിശുദ്ധമാക്കുന്നതിന് പേരാണ് സകാത്ത് എന്ന് പറയുന്നത്. എൻ്റെ സമ്പത്ത് അത് പരിശുദ്ധമായി മാറണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അതിന്റെ സകാത്ത് വീട്ടേണ്ടതായിട്ട് വരും. എൻ്റെ ഹൃദയം അത് മലീമസമായി കടന്നേക്കാം. അവിടെയാണ് ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. സക്കാഹാ പരിശുദ്ധമാക്കണം. അതുകൊണ്ടാണ് പക്ഷെ അള്ളാഹുലേക്ക് ചേർത്ത് പറയുന്ന വിശേഷണം ഇവിടെ അൽ മലിക്കുൽ ഖുദ്ദൂസ് എന്നാണ്. പരിശുദ്ധനാണ് അവൻ.
എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണമായിട്ട് പറയുമ്പോൾ അള്ളാഹു രണ്ടാമതായിട്ട് എന്താ പറയുന്നത്? ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം. അൽ ഖുദ്ദൂസായ റബ്ബ്, ലോകരക്ഷിതാവായ റബ്ബിന്റെ സന്ദേശവാഹകനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിർവഹിച്ച ദൗത്യം എന്താണെന്ന് ചോദിച്ചാൽ യുഖദ്ദിസുഹും എന്നല്ല, മറിച്ച് യുസക്കീഹിം എന്നാണ്. ഇതാണ് ഖുർആന്റെ മധുരം. യുഖദ്ദിസു എന്നൊക്കെ പറയുന്ന സങ്കല്പം ഈ പൗരോഹിത്യത്തിന്റെ സങ്കല്പമാണ്. ചില വിഭാഗങ്ങളുണ്ട്, അവരെല്ലായ്പ്പോഴും പരിശുദ്ധരാണ്, അവര് വിമർശിക്കപ്പെടാൻ പാടില്ല, അവരോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല, അവരെന്ത് പറഞ്ഞോ അതെല്ലാം വേദവാക്യങ്ങളാണ്. അത് പൗരോഹിത്യത്തിന്റെ സങ്കല്പമാണ്. അങ്ങനെ മനുഷ്യരിൽ ഒരാളുമേ പരിശുദ്ധരായിട്ടില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴികെ. ഇതാണ് ഇസ്ലാമിന്റെ സങ്കല്പം. അവിടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച ദൗത്യത്തെ കുറിച്ച് അള്ളാഹു പറയുമ്പോൾ ഖുദ്ദൂസായ റബ്ബിന്റെ ദൂതനായി ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വയുസക്കീഹിം, നമ്മെ പരിശുദ്ധമാക്കാനാണ് നിയോഗിക്കപ്പെട്ടത്. എന്താണ് ആ പരിശുദ്ധമാക്കുന്നതിന് താല്പര്യം? അള്ളാഹുവിന്റെ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ ഈ സമൂഹത്തെ പരിശുദ്ധമാക്കുക. ചില വർത്തമാനമല്ല പറയുന്നത്. എന്താണ് ആ പരിശുദ്ധമാക്കുന്നതിന്റെ താല്പര്യമെന്ന് അറിയണമെങ്കിൽ നമുക്ക് ചരിത്രത്തിലേക്ക് തന്നെ കണ്ണോടിച്ചാൽ അത് ബോധ്യമാകും. അഥവാ അധാർമികതകളുടെ ആണ്ടുപോയൊരു ചരിത്രമാണ് ജാഹിലിയ കാലത്ത് അറബികൾക്കുണ്ടായിരുന്നത്. എല്ലാ അർത്ഥത്തിലും, സാമ്പത്തികമായി, ധാർമ്മികമായി, ലൈംഗിക അരാജകത്വത്തിലൊക്കെയായി മദ്യവും മദിരാക്ഷിയും മാത്രമാകുന്ന ഒരു സമൂഹം, അത് മാത്രം ജീവിതത്തിന് ലക്ഷ്യമായി കണ്ടവർ. എന്നെ കബറടക്കുമ്പോൾ എൻ്റെ കബറിടത്തിൽ ഒരു മുന്തിരിവള്ളി നടണമെന്ന് കവിത പാടുമായിരുന്നു. കാരണം എന്താ? ഞാൻ ഖബറിൽ കടന്നുകൊണ്ട് മദ്യപിക്കാമല്ലോ എന്നതാണ് അവരുടെ സ്വപ്നം. അങ്ങനെ കവിത ആലപിച്ചവരാണ് അവർ. അങ്ങനെ കഴിഞ്ഞുകൂടിയ ഒരു സമൂഹത്തെയാണ് യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം. എവിടേക്കാ ഉയർത്തി ചോദിച്ചാൽ, ഒരു ദിവസം 10 തവണ മദ്യപിച്ചിട്ട് അതിലേതെങ്കിലും ഒരു സമയം മദ്യം ലഭിച്ചില്ല എങ്കിൽ വെപ്രാളം പൂണ്ടിരുന്ന ഒരു സമൂഹത്തെ 5 വക്ത് നമസ്കാരങ്ങളിൽ ഏതെങ്കിലും ഒരു വക്ത് നമസ്കാരത്തിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടാൽ പള്ളിയുടെ മൂലയിൽ പോയി പൊട്ടിക്കരയുന്നിടത്തേക്ക് പരിവർത്തിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് വയുസക്കീഹിം. എന്തുകൊണ്ട് സാധിച്ചു? തിലാവത്തു ആയാത്തില്ല, അള്ളാഹുവിന്റെ ആയത്തിലൂടെയാണ് പരിശുദ്ധമാക്കിയത്. പ്രിയമുള്ളവരെ, ആ ഖുർആനാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ ഖുർആനാണ് നമ്മൾ പാരായണം ചെയ്യുന്നത്. ഖുർആനല്ലാത്ത മറ്റൊരു ആയുധവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലല്ലോ. അവിടുന്ന് പറയുന്നുണ്ടല്ലോ വിശുദ്ധ ഖുർആൻ തന്നെ, വമാ കുൻത തത്ലൂ മിൻ കിതാബിൻ വലാ തഖുദ്ദുഹു ബിയമീനിക്. അല്ലയോ റസൂലേ, താങ്കൾ ഇതിനു മുമ്പ് ഒരു ഖുർആൻ, ഒരു ഗ്രന്ഥം, ഒരു ഏട് പോലും താങ്കൾ വായിച്ചിട്ടില്ലല്ലോ. വലാ തഖുദ്ദുഹു ബിയമീനിക്, താങ്കളുടെ തിരുകൈകൾ കൊണ്ട് ഒരു അക്ഷരം പോലും എഴുതിയിട്ടില്ലല്ലോ. ആ ഖുർആൻ ഇതുവരെയും ഒരു ഗ്രന്ഥം വായിക്കാത്ത, ഒരു പേജ്, ഒരു ഏട് പോലും, ഒരു അക്ഷരം പോലും എഴുതാത്ത ഉമ്മിയായിരുന്ന ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന, ഉമ്മിയായിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിൽ സൃഷ്ടിച്ച വിപ്ലവം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ചോദിച്ചാൽ ഇഖ്തിലാവത്തു ആയാത്തില്ല, ആ ഖുർആനിന്റെ വചനങ്ങൾ അനുസരിച്ചുള്ള പരിവർത്തനം എന്നതായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സംസ്കരണത്തിന്റെ വിശാലത നമ്മളൊന്ന് ആലോചിക്കേണ്ടതായിട്ട് വരും. നമ്മുടെ ജീവിതത്തിന്റെ സമൂലമായ ഒരു എന്താ പറയാ പരിവർത്തനമാണ് ഖുർആൻ സാധിച്ചത്. ഖുർആനെ കുറിച്ച് അള്ളാഹു പറയുന്നത്, നമ്മൾ ഈ പറയുന്നതൊക്കെയും ഖുർആനിന്റെ ഒരു റൂഹാണെങ്കിൽ അതോടൊപ്പം തന്നെ അതിന് ലക്ഷ്യമെന്ന വണ്ണം അള്ളാഹു പറയുന്നത് എന്താ? എന്തിനാണ് ഖുർആൻ എന്ന ചോദ്യത്തിന് അള്ളാഹുവിന്റെ ഒന്നാമത്തെ മറുപടി നമ്മൾ ചോദിക്കുന്നുണ്ടല്ലോ റബ്ബിനോട്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. നമ്മൾ തേടുകയാണ് 17 തവണ നിർബന്ധമായി, അതിനപ്പുറവും തേടിക്കൊണ്ടിരിക്കുക. അവിടെയാണ് അള്ളാഹു പറയുന്നത്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമെന്ന വണ്ണം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. നീ ചോദിക്കുന്ന ഹിദായത്ത് ഇതാ, അതാണ് ഖുർആൻ. ആ ഖുർആനാണ് ഹിദായത്താകുന്ന ഖുർആൻ. എന്താണ് ഖുർആൻ നമ്മെക്കുറിച്ച് സംസാരിക്കാനുള്ളത്? എൻ്റെ ജീവിതത്തിന്റെ ഏതർത്ഥത്തിൽ അത് എന്നെ മാറ്റിപ്പണിയണം, അല്ലെങ്കിൽ മാറ്റിപ്പണിയെന്ന് ചോദിച്ചാൽ എൻ്റെ ജീവിതത്തിന്റെ ഒരു മേഖലയിൽ പോലും ഖുർആൻ ഇടപെടാത്തതായിട്ടില്ല എന്നതാണ് വസ്തുത. നമ്മളത് സമയപരിമിതി മൂലം ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. എത്രമാത്രം സമഗ്രമായി വിശുദ്ധ ഖുർആൻ ജീവിതത്തിന്റെ സമൂലമായ തലങ്ങളിൽ സ്പർശിക്കുന്ന ഒരു വിശുദ്ധ ഖുർആനിനെയാണ് നാം, ഒരു ഗ്രന്ഥത്തെയാണ് നാം നിങ്ങൾക്ക് അവതരിച്ചു തന്നിട്ടുള്ളത് എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആൻ പറയാം. അതിങ്ങനെ ഒന്ന് വിശകലനം ചെയ്തു കഴിഞ്ഞാൽ
നമ്മുടെ വ്യക്തിജീവിതം മുതൽ തുടങ്ങി, എൻ്റെ സ്വകാര്യതകൾ തുടങ്ങി, എൻ്റെ കുടുംബവും എൻ്റെ മാതാപിതാക്കളും എൻ്റെ മക്കളും ആകുന്ന ലോകതലത്തിലേക്കുള്ള മുഴുമുഴു മേഖലകളെയും സ്പർശിക്കുന്ന അത്ഭുതകരമായ ഇതുപോലെ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. സാന്ദർഭികമായി പറയട്ടെ, ഞാൻ ഖുർആൻ്റെ ഒരു മധുരം എന്ന് പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന്റെ സമാപനം എന്നവണ്ണം പറയുന്നൊരു വർത്തമാനമാണ് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. മഹാന്മാരായ പണ്ഡിതന്മാർ പറയും, എന്തുകൊണ്ടാണ് അല്ലാഹു അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് ദീനിനെ കുറിച്ച് പറയാൻ അക്മല എന്ന് പറഞ്ഞു, നിഅമത്തിനെ കുറിച്ച് പറയാൻ വഅത്മംതു അലൈക്കും നിഅമതി എന്ന് പറഞ്ഞു. ഖുർആന്റെ ഒരു മാധുര്യം അങ്ങനെ കാണാൻ കഴിയുക. അഥവാ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, അറബി ഭാഷയിൽ അക്മല എന്ന് പറഞ്ഞാൽ പിന്നീട് അതിലൊന്നും വർദ്ധിക്കാൻ ഇടമില്ലാത്ത വണ്ണം അത് സമ്പൂർണ്ണമാണ് എന്നാണ് അർത്ഥം. അക്മൽതു ലക്കും. സന്ദർഭമായി പറയട്ടെ, ഈ ദീനിൽ ഇനിയൊന്നും നമുക്ക് കൂട്ടിച്ചേർക്കാനില്ല. അള്ളാഹുമായുള്ള എൻ്റെ ബന്ധത്തെ മഹാന്മാരായ സഹാബിവരന്മാർ എപ്രകാരമാണ് അവർ പഠിപ്പിക്കപ്പെട്ടത് എന്നതുപോലെ ഇന്ന് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എനിക്കത് പഠിപ്പിച്ചു തന്നിരിക്കുക. ഇനി അതിലൊന്നും വർദ്ധിപ്പിക്കാനില്ല എന്ന സൂചനയാണ് അല്ലാഹു അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് പറയുന്നതോട് പറഞ്ഞു വെക്കുന്നത്. അതേസമയമോ വഅത്മംതു അലൈക്കും നിഅമതി, എൻ്റെ നിഅമത്തും നാം പൂർത്തീകരിച്ചു എന്ന് പറയുമ്പോൾ അത്തമ്മ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു പൂർണ്ണതയെ കുറിച്ചാണ് പറയാം. വഅതമ്മ അലൈക്കും നിഅമതി വഅത്മംതു അലൈക്കും നിഅമതി, അഥവാ വിശുദ്ധ ഖുർആനാകുന്ന സമ്പൂർണ്ണമായ ഇനി ഒന്നും ചേർക്കാനില്ലാത്ത പരിശുദ്ധ ദീനിനെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ അതിന് നിഅമത്തുകൾ സമ്പൂർണ്ണമായി നാൾക്ക് നാൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുമെന്നുള്ള അത്ഭുതകരമായ ഒരു പ്രതിഭാസം. അതാണ് നമ്മൾ ഇന്ന് ഒരർത്ഥത്തിൽ വിശ്വാസികൾ എന്നാൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ലോകത്തിന്റെ ഉത്തുംഗത പ്രാപിച്ച വികസനത്തിന്റെ ഉത്തുംഗതയിൽ എത്തി നിൽക്കുന്നവരെന്നൊക്കെ അർത്ഥത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരുടെ സ്വകാര്യതകൾ നമ്മൾ ആലോചിച്ച് നോക്കണ്ടേ? എന്താണ്, എത്രമാത്രം ദയനീയമാണ്. എന്തുകൊണ്ട് സമൂഹം ഈ അർത്ഥത്തിൽ സമാധാനം കിട്ടവരായി ചോദിച്ചാൽ ഏറ്റവും അവസാനം കേൾക്കേണ്ടി വരിക 14 വയസ്സുള്ള ഒരു സഹോദരിയെ പെൺകുട്ടിയെ അറുകൊല ചെയ്യാൻ 16 വയസ്സുകാരന് ഒരു അറപ്പും വരുന്നില്ല എന്ന് വന്നാൽ എന്തുകൊണ്ട് സംഭവിച്ചു ചോദിച്ചാൽ ആ മനുഷ്യനെന്ന തലത്തിലേക്ക് ഉയരുന്നതിന് പകരം അവൻ മൃഗതുല്യമായി എന്നല്ല പൈശാചികമായി മാറി എന്നുള്ളതാണ്. അവിടെയാണ് വിശുദ്ധ ഖുർആൻ ജീവിതത്തെ സംസ്കരിച്ചെടുക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നത്. വയുസക്കീഹിം. അങ്ങനെ സംസ്കരിക്കപ്പെട്ട സമൂഹത്തിന്റെ ചരിത്രം പ്രസിദ്ധമാണ്. മഹാനായ യൂസുഫ് അലൈഹിസ്സലാം ചരിത്രം അതിന്റെ ഏറ്റവും സുന്ദരമായ ചിത്രമായിട്ട് അള്ളാഹു നമ്മുടെ മുമ്പിൽ കാണിച്ചു തരിക. സാഹചര്യങ്ങൾ എല്ലാം അനുകൂലമായിരുന്നിട്ട് പോലും അല്ലേ, അടിമയായ യൂസുഫ് അലൈഹിസ്സലാം, അടിമയാകുന്നത് തിന്മകൾ ചെയ്യാനുള്ള അനുകൂല ഘടകമാണല്ലോ. മുസ്തഫ സിബായി റഹ്മത്തുള്ളാഹി അലൈഹിലേക്ക് പോലുള്ള ആളുകൾ പറയുന്നുണ്ട്, പലപ്പോഴും ആളുകൾ തിന്മ ചെയ്യാതിരിക്കാനുള്ള ന്യായം എന്താ ചോദിച്ചാല് പടച്ചോനെ പേടിച്ചിട്ടൊന്നല്ല, നമ്മുടെ കുടുംബത്തിന് ചീത്തപ്പേരാണല്ലോ, അല്ലെങ്കിൽ നമ്മുടെ അഭിമാനം ഇല്ലാതാവുമല്ലോ. പിന്നെ ജനങ്ങൾ അങ്ങനെങ്ങാനും പേടിക്കാത്തൊരവസ്ഥ പിന്നെ എന്ത് തോന്നിവാസം. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇല്ലം തസ്തഹി ഫസ്ന മാ ശിഅ്ത. നാണമില്ലാത്തവൻ എന്തും ചെയ്യാമെന്നതാണ് റസൂൽ അത് മനുഷ്യ ചരിത്രം പറയുന്നത്. അവിടെയാണ് യൂസുഫ് അലൈഹിസ്സലാം അടിമയായ യൂസുഫ് അലൈഹിസ്സലാം, അടിമ എന്നല്ല ചെറുപ്പക്കാരനായ യുവാവായ യൂസുഫ് അലൈഹിസ്സലാം, എന്നല്ല ഒരു അവിവാഹിതനായ യൂസുഫ് അലൈഹിസ്സലാം, അഥവാ തൻ്റെ താല്പര്യങ്ങളെ വികാരങ്ങളെ ലൈംഗിക വിചാരങ്ങളെയും താല്പര്യങ്ങളെയും ഒക്കെ ഒരർത്ഥത്തിൽ നിയന്ത്രിക്കാൻ അത്രമേൽ പ്രയാസം നേരിടുന്ന ഒരു പ്രായത്തിന്റെ ചോരത്തളപ്പുള്ള സമയത്ത് മറ്റാരുമില്ലാത്ത സന്ദർഭത്തിൽ തൻ്റെ താല്പര്യങ്ങൾ പൂർത്തീകരിക്കാൻ കൊട്ടാരത്തിലെ രാജ്ഞി, എല്ലാ നിയമങ്ങളും അടക്കി ഭരിക്കുന്നവന്റെ പത്നിയാണ് എന്നെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് മഹാനായ യൂസുഫ് അലൈഹിസ്സലാം അള്ളാഹു എന്താ ആ ചരിത്രം പറയുന്നത് അല്ലേ, അവിടെ വളരെ സുന്ദരമായി പറയുന്നുണ്ട്. ആരാരും കാണാത്തൊരു സന്ദർഭത്തിൽ പോലും ആ യുവത്വത്തിന്റെ ചോരത്തളപ്പുള്ള സന്ദർഭങ്ങളിൽ വഹുവ മഅകും ഐനമാ കുൻതും എന്ന ബോധ്യത്തോടുകൂടി അവനുണ്ട് നിങ്ങളോടൊപ്പം, നിങ്ങൾ എവിടെയാണെങ്കിലും ശരി. ഖാല മഅദല്ലാഹ് ഇന്നഹു റബ്ബി അഹ്സന മസ്വായ, ഞാനിതാ എൻ്റെ റബ്ബിൽ അഭയം പ്രാപിക്കുന്നു എന്ന ബോധം സൃഷ്ടിക്കുന്ന, അത് എവിടെന്നാ സാധിക്കുക? വിശുദ്ധ ഖുർആനിന്റെ ഒരു അടിസ്ഥാനത്തിൽ നിന്ന് നിർവഹിക്കപ്പെടുന്ന ഒരു പരിവർത്തനത്തിലൂടെ മാത്രമാണ്. എന്താണ് ആ പരിവർത്തനത്തിന്റെ അടിസ്ഥാനം ചോദിച്ചാൽ അള്ളാഹു പറയുന്ന പോലെ എന്താ പറഞ്ഞത്? തന്റെ റബ്ബിന്റെ സ്ഥാനത്തെ ഭയന്നുകൊണ്ട്
ഫനഹൻ നഫ്സ അനിൽ ഹവാ, തൻ്റെ ഇച്ഛകൾക്ക് താല്പര്യങ്ങൾക്ക് വിധേയമാകാതെ എൻ്റെ നഫ്സിനെ തടഞ്ഞു നിർത്തുന്നവൻ. അള്ളാഹുവിന് മറ്റൊന്നും പറയാനില്ല. ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വ, സ്വർഗമാണ് സങ്കേതം. ഇതിച്ചിരി പറയാൻ എളുപ്പമാണെങ്കിൽ ഈ തസ്കിയത്തത് ഖുർആൻ സാധിച്ച പരിവർത്തനത്തിന്റെ ആഴങ്ങളൊന്ന് ആലോചിച്ചു പോയാൽ അത്ഭുതകരമാണ്. അത് ബോധ്യപ്പെടുത്തുക. വഹുവ മഅക്കും ഐനമാ കുൻതും, ആരാരുമില്ലെങ്കിലും അവൻ നിങ്ങളോടൊപ്പം ഉണ്ടെന്ന ബോധ്യം അള്ളാഹു വിശുദ്ധ ഖുർആൻ അതാണ് നമുക്ക് പകർന്നു നൽകുന്നത്. ഇതുപോലെ തൻ്റെ മകനോട് മഹാനായ യൂസുഫ് ലുക്മാൻ അൽ ഹക്കീം പറയുന്നത് പോലെ യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബി അല്ലാഹ്. ആധുനിക ലോകത്ത് നമ്മുടെ മക്കളോട് നമുക്ക് പറയാൻ കഴിയും, മോനെ നീ സ്ക്രീൻ ലോക്ക് ഇട്ടാലും ശരി, അതിനുള്ളിൽ പാസ്വേഡ് വെച്ചാലും ശരി, അതിനുള്ളിൻ്റെ ഉള്ളിൽ നീ കൊണ്ടുവച്ചാലും ശരി, യഅതി ബി അല്ലാഹ് എന്ന് പറയാൻ പറ്റണം. ഇതുപോലെ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബി അല്ലാഹ് എന്ന് അല്ലാഹു പറയുന്നത് അതുകൊണ്ടാണ്. ഇത് ഖുർആൻ സാധിക്കുന്ന പരിവർത്തനത്തിൻ്റെ ഒരു തലം. ഇത് ചെറുപ്പക്കാരോട് മാത്രം പറയേണ്ടതല്ല കേട്ടോ, നമുക്കും പറയേണ്ടത്. ഇന്ന് ഞാൻ അമേരിക്കയിൽ വളരെ പ്രസിദ്ധനായ ഒരു സ്കോളറാണ് ഡോക്ടർ യാസിർ ഖാദി. അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ച് കേട്ടാണ് ഞാൻ യാത്രയിൽ വന്നത്. കാരണം യാത്ര എന്ന് പറയുന്നത് അങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റുമല്ലോ. അദ്ദേഹം പറഞ്ഞു, സോഷ്യൽ മീഡിയ വിപത്തുകളെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ആമുഖത്തിൽ പറഞ്ഞു, ഇത് ചെറുപ്പക്കാരെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല കേട്ടോ, നമ്മുടെ അങ്കിൾമാരെയും ആൻറ്റിമാരെയും വല്യപ്പന്മാരെയും ഒക്കെ ഉദ്ദേശം കൂടെയാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങളായിട്ടൊക്കെ. കാരണം പടച്ചവൻ്റെ സ്മരണയിൽ നിന്ന് നമ്മെ തടഞ്ഞു നിർത്തുന്ന ഏറ്റവും വലിയൊരു പിശാചിൻ്റെ ആയുധമായി ഈ യന്ത്രം, ഈ മീഡിയകൾ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയകൾ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അവിടെ നമുക്ക് കഴിയണം. ഖുർആൻ മധുരമായി അനുഭവിക്കുന്നവർക്ക് അത് സാധ്യമാവും. ഖുർആനിലൂടെ അള്ളാഹുവിനെ അനുഭവിച്ചറിയുന്ന അല്ലെ, അള്ളാഹു സൂറത്തുൽ ഹദീദിലൂടെ ഒക്കെ പറയുന്നതാ, സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർള് വഹുവൽ അസീസുൽ ഹകീം ലഹു മുൽക്കുസ് സമാവാതി വൽ അർള് യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ഹുവൽ അവ്വലു വൽ ആഖിറു വൽ ളാഹിറു വൽ ബാത്തിൻ വഹുവ ബികുല്ലി ഷൈഇൻ അലീം ഹുവല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തതി അയ്യാം സുമ്മ ഇസ്തവാ അലൽ അർശ്. പിന്നെയാണ് അല്ലാഹു പറയുന്നത്, വഹുവ മഅക്കും ഐനമാ കുൻതും, നിങ്ങൾ എവിടെയാണെങ്കിലും ശരി അവൻ നിങ്ങളോടൊപ്പമുണ്ട്. സമയമായിട്ടില്ലേ നമുക്ക്? സന്ദർഭം ഇനി ഇടവേളയാണ് കൽപ്പന, നമുക്ക് സമാധാനത്തിലേക്ക് നീങ്ങാം. Allah
തുടരാലോ അല്ലേ? കുഴപ്പമില്ലല്ലോ. പറഞ്ഞത് അപ്പോ അതിന് സമാപനത്തിലേക്ക് നീങ്ങാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിലുള്ള ഒരു പരിവർത്തനത്തെ കുറിച്ച്, അതാണ് സൂറത്തുൽ ഹദീദിൽ അല്ലാഹു പറഞ്ഞത്, വമഅക്കും അയ്നമാ കുൻതും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വചനങ്ങളെ ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മiyyin റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിവർത്തിപ്പിച്ചതിന്റെ റൂഹ് എന്ന് പറയുന്നത് ഈ അല്ലാഹുവിനെ കുറിച്ച ബോധമാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി. അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ടുന്ന വണ്ണം അവർ മനസ്സിലാക്കിയില്ലല്ലോ, അല്ലെങ്കിൽ അള്ളാഹു നൽകേണ്ടുന്ന വില കൽപ്പിക്കേണ്ട വണ്ണം അവർ വില കൽപ്പിച്ചില്ലല്ലോ എന്നൊക്കെയുള്ള വർത്തമാനങ്ങൾ അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്. അഥവാ ജീവിതത്തിലുടനീളം എന്റെ റബ്ബിന്റെ നിരീക്ഷണത്തിലാണ് ഞാനെന്ന ബോധത്തോടു കൂടി ഒരു സമൂഹത്തെ വളർത്തിയെടുത്തു എന്നതായിരുന്നു ചരിത്രത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധിച്ചെടുത്ത വിപ്ലവം എന്ന് നമുക്ക് പറയാൻ കഴിയും. അതിന്റെ ഏറ്റവും വലിയ ഒരു പ്രചോദനം, പ്രേരകം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കലാമാണ്. പ്രിയമുള്ളവരെ, ഈ ഖുർആനോട് നമുക്കുള്ള ബാധ്യതകൾ എന്ന അർത്ഥത്തിൽ ഏതാനും ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതിലൊന്ന്, നമ്മുടെ ഈമാൻ ദൃഢമായിരിക്കുക ഖുർആനുമായി ബന്ധപ്പെട്ട് എന്നതാണ്. കാരണം അള്ളാഹുവിന്റെ മുമ്പിൽ അവന്റെ ഏതെങ്കിലും അർത്ഥത്തിൽ മനുഷ്യർക്കിടയിൽ അവൻ ഒരു വേർതിരിവ് കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഏക അടിസ്ഥാനം ഈമാൻ എന്നുള്ളത് തന്നെയാണ്. പുതിയ കാലവും ലോകവും ഒക്കെ പലപ്പോഴും നമ്മെ ഈ ഈമാനിൽ നിന്ന് അകറ്റാനാണ് അവർ എല്ലാ പൈശാചികതകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പല പേരുകളും കോലങ്ങളും രൂപങ്ങളും ഒക്കെയായി. അല്ലാഹു പറയുന്നത് വിശുദ്ധ ഖുർആനിന്റെ ആദ്യ ഭാഗത്ത് തന്നെ മനുഷ്യ സമൂഹത്തെ മൂന്നായി തിരിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നത്, ഒന്നാമത്തേത് അല്ലദീന യുമിനൂന ബിൽ ഗൈബ് എന്ന് തുടങ്ങി അല്ലാഹുവിൽ വിശ്വസിക്കുന്ന മറ്റു ഈമാനിന്റെ വക്താക്കളാണെങ്കിൽ, രണ്ടാമത് അല്ലാഹു പറയുന്നത് ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിറുഹും ലാ യുമിനൂന എന്നതാണ്, വിശ്വസിക്കാത്തവരായ നിഷേധികൾ എന്നതാണ്. എന്നാൽ മൂന്നാമത് അല്ലാഹു പറയുന്നത് കൂടുതൽ ആയത്തുകളിൽ നിന്നും പറയുന്നത് ആരെ കുറിച്ചാണ്? وَمِنَ النَّاسِ مَن يَقُولُ آمَنَّا بِاللَّهِ وَبِالْيَوْمِ الْآخِرِ وَمَا هُمْ بِمُؤْمِنِينَ എന്നതാണ് അവരുടെ പ്രത്യേകത. അവർ അല്ലാഹുവിൽ വിശ്വസിച്ചു എന്ന് പറയും. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ മാങ്കാരി മാറാണ്, അവകൾ അറിയിൽ ഫർദാണെന്നൊക്കെ പറഞ്ഞ് പാടി പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ ആ ഈമാനിന് ജീവിതത്തിന്റെ ഒരു മേഖലയിലും സ്വാധീനം ചെലുത്താൻ കഴിയാത്തതായ ഈമാൻ, അവരെ കുറിച്ചാണ് അല്ലാഹു പറയുന്നത് വമാ ഹും ബിമുഅ്മിനീൻ എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ അടുത്ത് മനുഷ്യ സമൂഹത്തെ ഈ മൂന്ന് കാറ്റഗറികളായിട്ടാണ് അള്ളാഹു വേർതിരിച്ചിട്ടുള്ളത്. അത് നാം ഏത് കാറ്റഗറിയിലാണെന്ന് തീരുമാനിക്കാനുള്ള അവകാശം നമുക്ക് മാത്രമാണല്ലോ സ്വാഭാവികമായിട്ടും. അവിടെയാണ് വിശുദ്ധ ഖുർആൻ മുൻനിർത്തിക്കൊണ്ട് ജീവിതത്തിന്റെ ഓരോരോ മേഖലകളെ വിലയിരുത്താൻ, പ്രത്യേകിച്ച് വരാനിരിക്കുന്ന പരിശുദ്ധ റമദാനിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ ആ അർത്ഥത്തിലാണ് നമുക്ക് ഖുർആനിനോടുള്ള നമ്മുടെ ബാധ്യത പൂർത്തീകരിക്കേണ്ടത്. ഒന്ന്, അടിയുറച്ച വിശ്വാസത്തിൽ അതിന്റെ യഥാർത്ഥമായ ഒരു തിലാവത്തോടു കൂടി. രണ്ടാമത് നമ്മുടെ ബാധ്യത അള്ളാഹുവിന്റെ കലാമിനെ യഥാവിധി തിലാവത്ത് ചെയ്യാൻ. മൂന്നാമതായി അള്ളാഹുവിന്റെ കലാമിനെ സാധ്യമാകുമാർ മനസ്സിലാക്കാനുള്ള ശ്രമം. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ എന്നോട് സംവദിക്കുന്നത്? എന്റെ ആയുസ് തീർന്നുകൊണ്ടിരിക്കുമ്പോ 60-70 വർഷം ഞാൻ ഈ ലോകത്ത് കഴിഞ്ഞു കൂടിയിട്ട് എന്റെ റബ്ബ് എന്നോട് എന്ത് പറയുന്നു എന്നത് ഒരു തവണ പോലും ഞാൻ ഗ്രഹിച്ചിട്ടില്ല എങ്കിൽ അതിലും വലിയ നഷ്ടം ഈ ലോകത്ത് മറ്റൊന്നില്ല. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റഹ്മത്തുൽ ആലമീനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ പറയുന്ന ഏക പരാതി, ഒരിക്കലും അവിടുത്തെ പൃഥ്വിപുത്രന്റെ സഹോദരനെ അറുകൊല ചെയ്ത ഹിന്ദിനെ കുറിച്ചോ വഹ്ശിയെ കുറിച്ചൊന്നും അല്ലല്ലോ. എന്തിനേറെ തന്റെ ജീവിതത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയിഷ റളിയല്ലാഹു ചോദിക്കുന്ന ഒരിക്കൽ, റസൂലേ, താങ്കൾക്ക് ഉഹദ് യുദ്ധത്തിന്റെ വേദനയേക്കാൾ താങ്കൾ അസ്വസ്ഥപ്പെടുത്തി വേറെന്തെങ്കിലും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഉഹദിന്റെ ചരിത്രം നമുക്കറിയാലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമുഖത്ത് കുന്തം തറച്ച് രക്തം വാർന്നൊലിച്ച ആ താടി രോമങ്ങളിലൂടെ രക്തം വാർന്നൊലിച്ച ദിവസമായിരുന്നു ഉഹദിന്റെ ചരിത്രം. അവിടുത്തെ കുന്തം മുനയേറ്റുകൊണ്ട് തന്റെ മുൻപല്ല് 2 പല്ലുകൾ പൊട്ടിത്തെറിച്ചു പോയ യുദ്ധത്തിന്റെ നിമിഷങ്ങളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് യുദ്ധം എന്ന് പറയുന്നത്. അങ്ങനെ വാളിനാലും മുറിവേറ്റ അവസാനം ബോധമറ്റ് വീണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ആയിഷ റളിയല്ലാഹു ചോദിക്കുന്നല്ലേ, റസൂലേ, താങ്കൾക്ക് ഉഹദിനേക്കാൾ
താങ്കൾ അസ്വസ്ഥപ്പെടുത്തിയ വേറെ വല്ല അനുഭവങ്ങളുണ്ടോ? അവിടെ റസൂലുള്ളാഹി പറയുന്നത്, പ്രിയതമേ, എനിക്ക് ഇതിനേക്കാൾ എന്നെ വേദനിപ്പിച്ചത് ത്വായിഫിൽ ഞാൻ അഭിമുഖീകരിച്ച ദിനരാത്രങ്ങളാണ്. ചരിത്രം പറയുന്നതില്ലല്ലോ. ആ ത്വായിഫിനൊക്കെ ശേഷമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഇസ്രാഉം മിഅ്റാജും ഒക്കെ സംഭവിക്കുന്നത്. വേറെ തലത്തിൽ അത് അർത്ഥത്തിൽ നമുക്ക് പഠന വിധേയമാക്കുന്ന കാര്യമാണ്. ആ ത്വായിഫിലുള്ളവർക്ക് പോലും അവരോട് പോലും പരാതിയില്ല, അവരെ കുറിച്ച് പോലും അള്ളാഹുവിന്റെ ദൂതന് പരാതിയില്ല. മറിച്ച് പരാതി, ഏക പരാതി സൂറത്തുൽ ഫുർഖാനിൽ അള്ളാഹു പറയുന്നുണ്ടല്ലോ, വഖാല റസൂൽ, അള്ളാഹുവിന്റെ ദൂതൻ അവിടെ പറയാനിരിക്കുകയാണ്. وقال الرسول يا رب إن قوم اتخذوا هذا القرآن مهجورا. അള്ളാഹുവിന്റെ കോടതിയിൽ പറയുന്ന ഏക പരാതി പ്രിയമുള്ളവരെ ഇതൊന്നു മാത്രമാണ്. പടച്ചവനെ, എന്റെ സമുദായം, ഇന്ന ഖൗമി, എന്റെ സമുദായം, അങ്ങനെ തന്നെയാണ് റസൂൽ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, ഈ ഖുർആനിനെ അവർ അവഗണിച്ചു റബ്ബേ എന്ന് പറയുമ്പോ അതിൽ നിന്ന് നമ്മൾ മോചരാക്കുക എന്നുള്ളത് മാത്രമായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. കാരണം എന്താ വെച്ചാൽ അതില്ലാതെ, ആ ഖുർആനില്ലാതെ പിന്നെ നമ്മളില്ല. വേറെന്തെല്ലാം ചിഹ്നങ്ങളും അടയാളങ്ങളും കോലങ്ങളും വേഷങ്ങളും ഉണ്ടായാലും ശരി, അള്ളാഹുവിന്റെ അടുത്ത് ഒരു വിലയുമില്ല എന്നതാണ്. അത് മുൻകാല വേദക്കാർക്ക് സംഭവിച്ചു പോയി. ഈ സൂറത്തുൽ ജുമുഅയിൽ തന്നെ തൊട്ട് ശേഷം അള്ളാഹു പറയുന്നുണ്ടല്ലോ, മസലുല്ലദീന ഹമ്മിലു തൗറാത സുമ്മ ലം യഹ്മിലൂഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറാ ബിഅസ മസലുൽ ഖൗമില്ലദീന കദ്ദബൂ ബിആയാതില്ലാഹ്. എന്തുകൊണ്ട് അള്ളാഹു അവിടെ ഉദാഹരണമായി പറയുന്നത്, ഈ ഖുർആൻ ഇത്രമേൽ വ്യക്തമായ സുവ്യക്തമായ മാർഗദർശനമാകുന്ന ഖുർആൻ ലഭ്യമായിട്ട് അതിനെ അവഗണിക്കുന്നുവെങ്കിൽ മുൻകാല വേദക്കാർ സംഭവിച്ചതുപോലെ ആ തൗറാത്ത് വഹിപ്പിക്കപ്പെട്ട് അത് വഹിക്കാൻ സന്നദ്ധരാകാത്ത, ഗ്രന്ഥങ്ങളുടെ ചുമടുകൾ വഹിക്കുന്ന കഴുതകളെ പോലെ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു ഉദാഹരണം മുമ്പിൽ പറയുന്നത് എന്തിനു വേണ്ടിയാ? ആ ഒരു പരിണതി നിങ്ങൾക്ക് വരാതിരുത് എന്നതുകൊണ്ട് മാത്രമാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങുക എന്നത് മാത്രമാണ് നമുക്ക് ഇത്തരം സന്ദർഭങ്ങളൊക്കെയും പരസ്പരം പങ്കുവെക്കാൻ. അവിടെയാണ് ഖുർആൻ ഗ്രഹിക്കാൻ നമ്മോട് ഖുർആന്റെ ബാധ്യതകൾ അത് പ്രധാനമാണ്. ഖുർആനിനെ മനസ്സിലാക്കാൻ അൽഹംദുലില്ലാഹ് ധാരാളം സംവിധാനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഖുർആൻ മനസ്സിലാക്കാൻ എന്നോണം. അത് മനസ്സിലാക്കൽ പരിമിതമായാൽ പോരാ, മറിച്ച് ആ ഖുർആനിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ, റബ്ബ് നമ്മോട് പറയുന്നതിന്റെ ആഴങ്ങളിലേക്ക് തദബ്ബുറിലൂടെ, തഫക്കറിലൂടെ, നിരന്തരം മനനങ്ങളിലൂടെ, ആലോചനകളിലൂടെ, ചിന്തകളിലൂടെ ലോകത്തെ കാണാൻ, വീക്ഷിക്കാൻ. കാരണം അവിടെ ഒന്നുകൊണ്ട് മാത്രമാണ് ജീവിതത്തിൽ നമുക്ക് സമാധാനം ലഭിക്കുക, ബോധ്യമുണ്ടാവുക. അങ്ങനെ മനസ്സിലാക്കിയതിനു ശേഷം ആ ഖുർആൻ നമ്മുടെ ബാധ്യത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് അതിന്റെ പാഠങ്ങൾ സ്വീകരിക്കുന്ന പേരാണ് തദക്കുർ എന്ന് പറയുന്നത്. ഞാൻ വായിക്കുന്ന, പഠിക്കുന്ന വചനങ്ങളുടെ പാഠങ്ങൾ എന്റെ ജീവിതത്തിൽ പ്രകടമാവുക. തീർന്നില്ല, ആ വിശുദ്ധ ഖുർആൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവുക. എന്നിൽ നിന്ന് ഒരായത്തെങ്കിലും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അത് ഖുർആനിലൂടെ നമ്മുടെ ബാധ്യതയാണ്. ചരിത്രം അത് അൽഹംദുലില്ലാഹ് വിശുദ്ധ ഖുർആനിലേക്ക് ജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്, അവർ മുഖം തിരിക്കുന്നുണ്ട്, വിശുദ്ധ ഖുർആൻ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അതിന്റെ വാഹകരല്ലെങ്കിൽ പോലും അള്ളാഹു അവന്റെ വെളിച്ചം പൂർത്തീകരിക്കുക എന്നുള്ള ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ എന്റെ കൂടെ ഉണ്ട് എന്ന ആലോചനയിൽ നമ്മൾ നിരന്തരം ഏതെങ്കിലും അർത്ഥത്തിൽ റബ്ബേ, നിന്റെ ദീനിന്റെ വെളിച്ചം, നിന്റെ കലാമിന്റെ വചനങ്ങൾ, അതിന്റെ സന്ദേശം ഞാൻ മുഖേന ഒരാളിലേക്ക് എത്തണമെന്ന ആഗ്രഹവും പ്രാർത്ഥന നമുക്കുണ്ടായാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നല്ലോ, ഏതെങ്കിലും ഒരു മനുഷ്യൻ, ഒരാൾ നിന്റെ ഈ പുരുഷായുസ്സിൽ ഈ ദീനിന്റെ വെളിച്ചത്തിലേക്ക് നീ കാരണം വന്നാൽ അത് മതി നിനക്ക്. ഈ ലോകവും ഇതിലുള്ളതിനേക്കാളെല്ലാം നിനക്ക് ശ്രേഷ്ഠമായി കൊണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആഗ്രഹിക്കാലോ നമുക്ക്. നമ്മൾ തെറ്റിദ്ധരിക്കരുത്, എന്തോ നമുക്ക് പറഞ്ഞ പണിയൊന്നുമല്ല, നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന തെറ്റിദ്ധരിക്കരുത്. കാരണം ഇന്ന് അള്ളാഹുവിന്റെ ദീനിലേക്ക് വരുന്ന, അല്ലെങ്കിൽ ദീനിന്റെ വെളിച്ചം സ്വീകരിക്കുന്ന ലക്ഷോപലക്ഷം സഹോദരന്മാരുടെ ജീവിതത്തിൽ അങ്ങനെ ഏതോ പണ്ഡിതന്മാരുടെ ഇടപെടൽ കൊണ്ടൊന്നുമല്ല സംഭവിക്കുന്നത്. സാധാരണക്കാരായ കച്ചവടക്കാരിലൂടെ. എനിക്കറിയാം, എൻ്റെ ഒരു സുഹൃത്ത് 10ാം ക്ലാസ് അവനോടൊപ്പം പഠിച്ചിരുന്ന ഒരു സഹോദരൻ ഇസ്ലാം സ്വീകരിച്ച് തനി RSS കുടുംബത്തിൽ നിന്നുണ്ടായിരുന്ന ഒരു സഹോദരന് അവസാനം അവൻ പറയാണ്, എന്തുകൊണ്ട് നീ ഇസ്ലാം സ്വീകരിച്ചു ചോദിച്ചപ്പോൾ ഒറ്റ വർത്താനേ ഉള്ളൂ, എന്റെ സഹോദരൻ ശുഹൈബിന്റെ ജീവിതം കണ്ടതുകൊണ്ട് മാത്രമല്ല. ഇന്നും അത് ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുക, ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹുവിന്റെ വെളിച്ചം പകർന്നുകൊണ്ടേയിരിക്കുക.
അള്ളാഹുവിന്റെ ദീനിന്റെ വാഹകനായി പ്രബോധകനായി ഇന്ന് നമ്മോടൊപ്പം ഞാൻ അറിയുന്ന ഒരു സഹോദരന്റെ ചെറുപ്പത്തിലുള്ള അനുഭവം അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയാണ്, ഞാൻ അല്പം വർഷങ്ങൾക്ക് മുമ്പ് ഏതോ അർത്ഥത്തിൽ ചെറുപ്പത്തിൽ കുടുംബത്തിൽ നിന്നൊക്കെ അകന്ന് അവസാനം ഞാനൊരു ചെറിയ കുഞ്ഞായി ഒരു ചെറുപ്പക്കാരൻ അർത്ഥത്തിലെ ഒരു വീട്ടിൽ ഒരു മുസ്ലിം കുടുംബത്തിൽ ഞാൻ ചെന്ന് വിടുക. തിരുവനന്തപുരം സ്വദേശത്താണ് അദ്ദേഹത്തിന്റെ അനുഭവം പറയുന്നുണ്ട്. ആ കുടുംബത്തിൽ ഞാൻ അവിടുത്തെ ഒരു സഹായിയായി അങ്ങനെ ഉണ്ടല്ലോ, പണ്ടൊക്കെ അങ്ങനെയുള്ള ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. അവസാനം ആ സഹോദരൻ പറയുന്നുണ്ട്, അവിടുത്തെ ഉമ്മയെ അവരുടെ ജീവിതം ഞാൻ നിരീക്ഷിച്ചപ്പോൾ വളരെ നിസ്സാരമായ കാര്യങ്ങളുടെ പോലും കണക്കുകൾ അവർ എന്നോട് ചോദിക്കുമ്പോൾ, ഞാൻ കടയിൽ പോകുമ്പോൾ 25 വയസ്സുള്ള പോലും കണക്കുകൾ എന്നോട് ചോദിക്കും. ആദ്യങ്ങളിൽ ഞങ്ങൾക്കത് അസ്വസ്ഥത സൃഷ്ടിച്ചെങ്കിലും അദ്ദേഹം പറയുന്നുണ്ട്, പിന്നീട് ഞാൻ മനസ്സിലാക്കി ആ ഉമ്മയുടെ ജീവിതത്തിൽ എൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എന്നേക്കാൾ കൂടുതൽ അവരുടെ തന്നെ കാര്യത്തിലുള്ള സൂക്ഷ്മത അത്രയും അതിനേക്കാൾ അപ്പുറമാണ് എന്നിട്ട് അദ്ദേഹം ഉദാഹരണം പറയുന്നുണ്ട്. അദ്ദേഹം തൊട്ടടുത്ത വീട്ടിൽ അവിടെ അവരുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന ഒരു അപ്പം, ഇലയിൽ ഉണ്ടാക്കുന്ന ഒരു അപ്പം, ആ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ മോനെ ചെറുപ്പക്കാരനെ ആ വീട്ടിലേക്ക് വിടുകയാണ്. ഒരു 5 ഇല പറിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അയാൾ പറയാ, അയാളുടെ അനുഭവമാണ്. അങ്ങനെ 5 ഇല പറിച്ചു കൊണ്ടുവന്നു. 5 ഇലയിൽ അപ്പം ചുട്ടിന് ശേഷം വീണ്ടും മാവ് ബാക്കിയായപ്പോ ആ ഉമ്മ പറയുന്ന, മോനെ 2 കൂടെ കൂട്ടിക്കെട്ടെ ചോദിച്ചു നോക്കണം എന്ന് പറഞ്ഞു വിടുക. അവിടെയാണ് ആ സഹോദരൻ അള്ളാഹുവിന്റെ ദീനിലേക്ക് വരുന്നത്. എന്തുകൊണ്ടാ ഇങ്ങനെ ഒരാളുടെ വീട്ടിൽ നിന്നുള്ള മരത്തിൽ നിന്ന് ഒരു ഇല പോലും അവരുടെ അനുവാദമില്ലാതെ പൊട്ടിക്കില്ല എന്ന ശാഠ്യമുള്ള ബോധമുള്ള ഒരു ഉമ്മ, ആ ഉമ്മയുടെ പ്രചോദനം അള്ളാഹുവിന്റെ ദീനാണെങ്കിൽ ആ ദീനാണ് എനിക്ക് പ്രധാനമെന്നത് അദ്ദേഹം തിരിച്ചറിയാൻ. ഈയിടെ ഒരു വർഷം 2-3 മാസം നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണും അല്ലേ? ഒരു വീട്ടിലേക്ക് ഒരു സഹോദരൻ ഒരു ചാക്ക് മാങ്ങ ആയി വന്നൊരു വാർത്ത നിങ്ങൾ പത്രങ്ങളിൽ കണ്ടു കാണും. എന്തായിരുന്നു കഥ? 25 വർഷം മുമ്പ് അയാൾ തന്റെ സ്കൂൾ കാലഘട്ടത്തിൽ പഠിക്കുമ്പോൾ താൻ സ്കൂളിലേക്ക് പോകുമ്പോൾ തന്റെ ഒരു പറമ്പിലുണ്ടായിരുന്ന ഒരു മാവ്, ആ മാങ്ങ അങ്ങേറ്റം രുചികരമായിരുന്നു. ആ വീട്ടുകാരോട് ചോദിക്കാതെ അതിൽ നിന്ന് 2 മാങ്ങ പറിച്ച് അവൻ അത് കൊണ്ടുപോയി അത് കഴിച്ചു. അതിന്റെ അണ്ടി അങ്ങനെയാണല്ലോ നമ്മൾ പറയാം. അദ്ദേഹത്തിന്റെ വീട്ടിൽ നട്ടു. അവസാനം 25 വർഷങ്ങൾക്ക് ശേഷം അതിലുണ്ടായ മാങ്ങയുടെ ഒരു സഞ്ചിയുമായി ഈ വീട്ടിലേക്ക് അയാൾ വരിക. മുസ്ലിമായ ആളുകൾ വീട്ടിലേക്കാണ് വരുന്നത്. അവിടെ ഉണ്ടായിരുന്ന അച്ഛനും അമ്മയ്ക്കും മരിച്ചുപോയി. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇവിടെ വന്നു ചോദിച്ചപ്പോ 25 വർഷം മുമ്പുള്ള ഒരു കടം തീർക്കാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു. അയാളുടെ പേര് മൊയ്തീൻ എന്നായിരുന്നു. അവിടെയാണ് വാക്കും അതിനുമാക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇത് സാധ്യമായത് എവിടെന്നാ ചോദിച്ചാൽ ഈ വിശുദ്ധ ഖുർആനിലൂടെയുള്ള ഒരു പരിവർത്തനമാണ്. അങ്ങനെ ഇസ്ലാമിന്റെ വിശുദ്ധ ഖുർആനിന്റെ വാഹകരായി നമ്മൾ അങ്ങ് ജീവിക്കാൻ തീരുമാനിച്ചാൽ അള്ളാഹുവിന്റെ ദീൻ നാം മുഖേന മറ്റുള്ളവരിലേക്ക് അത് പ്രചരിക്കുക തന്നെ ചെയ്യും. ഇത് ഖുർആനിലൂടെ ബാധ്യതയാണ്. അത് നമുക്ക് ഖുർആനിന്റെ അവകാശമാണ് നമ്മുടെ മേലുള്ളത് എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കിക്കോളൂ. പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കാം. ആ അർത്ഥത്തിൽ ഖുർആനിലേക്ക് മടങ്ങാനും മടുക്കാനും നമുക്ക് കഴിയുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹമാണ്. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു സൂറത്ത് നമ്മൾ ഒന്നിച്ച് ഓതണം എന്നാണ് ആഗ്രഹിക്കുക. ഞാൻ പലപ്പോഴും ചിലപ്പോൾ ചില സദസ്സിനൊക്കെ ചോദിക്കാറുണ്ടല്ല, എന്നാ നമ്മൾ ഉച്ചത്തിലൊന്നും ഖുർആൻ ഓതിയത് ചോദിച്ചാൽ എപ്പോഴാ പലർക്കും പറയാൻ കുറേ വർഷം എന്നോ ഓതിയതെന്നൊക്കെ പറയാനുള്ളൂ. ഓരോരുത്തർക്കും ഓതാം. നമുക്ക് ഒന്നിച്ച് എല്ലാവർക്കും അറിയുന്ന സൂറത്തുൽ ഫാത്തിഹ ഓതാം. ഞാനൊരായത്ത് ഓതാം, നമ്മളെല്ലാവരും ഒന്നിച്ച് ഉച്ചത്തിൽ ഓതാം. ഓക്കെ, എന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. കാരണം അള്ളാഹുവിന്റെ കലാമിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഖുർആൻ തന്നെ പറയുന്നത് വെച്ചാല് നമ്മളിങ്ങനെ നോവൽ വായിക്കുന്ന പോലെ വായിക്കുന്നതിന് പേരല്ല ഖുർആൻ പാരായണം. മറിച്ചത് ഉച്ചത്തിൽ അള്ളാഹുവിന്റെ വചനങ്ങൾ നമ്മുടെ നാക്കിലൂടെ ഉച്ചരിക്കപ്പെടുക എന്നുള്ളത് ഖുർആനിന്റെ ബർക്കത്താണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന് നാം തിരിച്ചറിയാം. അതുകൂടി നമുക്ക് പിരിയാം. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله رب എന്നൊക്കെ പറയും മലയാളം ടോളി, മറിച്ച് അറബിയിൽ ഉച്ചരിക്കുന്ന എങ്ങനെ? الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين.
إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമുകളിലേക്ക് അതിന്റെ പൂർണ്ണമായ ഹക്കോടുകൂടി മടങ്ങാനും അതിനെ നെഞ്ചേറ്റാനും ഒക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് അവർ പറയുന്നതായ എല്ലാ വിശേഷണങ്ങളും റബ്ബേ അത് ഞങ്ങളുടെ ജീവിതത്തിലേക്കുള്ള മാർഗദർശനമാണല്ലോ റബ്ബേ. പടച്ചവനെ നിന്റെ എല്ലാ അർത്ഥത്തിലുള്ള റഹ്മത്തുകളുടെയും കേന്ദ്രമാണല്ലോ റബ്ബേ ഖുർആൻ. പടച്ചവനെ നീ പറയുന്നത് പോലെ എല്ലാ ബർക്കത്തുകളുടെയും ഉറവിടമാണല്ലോ റബ്ബേ ഖുർആൻ. സർവോപരി ശിഫാഉൽ ലിമാ ഫിസ് സുദൂർ ഹൃദയാന്തരങ്ങളിലുള്ളതിന്റെ എല്ലാം ശമനമാണല്ലോ റബ്ബേ ഖുർആൻ. ആ അർത്ഥത്തിലെല്ലാം ഖുർആനിനെ അനുഭവിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ നീ തന്നെ പറയുന്നത് പോലെ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഈ സമാധാനം നിറഞ്ഞ ഒരു ഹൃദയത്തിന്റെ ഉടമകളുടെ ഏറ്റവും വലിയ പ്രചോദനം ആ ഹൃദയങ്ങൾ ദിക്റുള്ളയിൽ നിറഞ്ഞുകൊള്ളുക എന്നതാണ് റബ്ബേ. ആ അർത്ഥത്തിൽ ഖുർആനിൽ നിറച്ചുകൊണ്ട് ഹൃദയങ്ങൾ സമാധാനം അനുഭവിക്കുന്നവരെ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ പരിശുദ്ധ ഖുർആൻ ഈ ഗ്രന്ഥത്തെ അവഗണിച്ചു എന്ന് നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരാതി പറയുമ്പോൾ റബ്ബേ ആ ദുർഭാഗ്യവാന്മാർ ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ വന്നു പോയിട്ടുള്ള പാകപ്പിഴവുകൾ വീഴ്ചകൾ പോരായ്മകൾ നിന്റെ മഹത്തായ ഫളല് കൊണ്ട് റഹ്മത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ വിട്ടുകൊടുത്ത് മാപ്പാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ നിന്നോട് കേടുകയാണ്. പടച്ചവനെ നിസ്സാരങ്ങളെന്ന് കരുതിയ ധാരാളം വീഴ്ചകൾ ഞങ്ങൾ വന്നു പോയിട്ടുണ്ട്. കണ്ണുകൊണ്ട് കാതുകൊണ്ട് നാക്കുകൊണ്ടും ഒക്കെയായി റബ്ബേ നീ വാഗ്ദാനം ചെയ്തതുപോലെ ഇന്നൽ ഹസനാതി യുദ്ഹിബുനസ് സയ്യിആത്ത് ഞങ്ങൾ ചെയ്തു പോകുന്ന ചെറു ചെറു പാപങ്ങളെല്ലാം ഞങ്ങളുടെ സൽക്കർമ്മങ്ങളിലൂടെ സ്വതക്കകളിലൂടെ ദുആകളിലൂടെ ദിക്റുകളിലൂടെ ഇബാദത്തുകളിലൂടെ നീ മായ്ച്ചു കളയണേ അല്ലാഹ്. അല്ലാഹുവേ നീ വാഗ്ദാനം ചെയ്തതുപോലെ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ എല്ലാ പാപങ്ങളും നീ പൊറുക്കാൻ സന്നദ്ധനാണല്ലോ റബ്ബേ. പടച്ചവനെ ഏതെങ്കിലും നിമിഷത്തിൽ അറിവില്ലായ്മ മൂലം അവിവേകം മൂലം വന്നുപോയ ഗുരുതരമായ വല്ല തിന്മകളുണ്ടെങ്കിൽ വൻപാപങ്ങളായി വല്ലതും വന്നു പോയിട്ടുണ്ടെങ്കിൽ റബ്ബേ ഞാനും നീ മാത്രം അറിയുന്നതാണ് ഇതെല്ലാം. നിന്നോട് ഞങ്ങൾ അത് തുറന്ന് പറയുന്നുണ്ട്. പടച്ചവനെ കണ്ണീർ വാർത്തുകൊണ്ട് നിന്നിലേക്ക് ഞങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങുന്നു റബ്ബേ. ഞങ്ങൾക്ക് നീ മഗ്ഫിറത്ത് നൽകണേ റബ്ബേ. പടച്ചവനെ ഞങ്ങൾക്ക് ആ തിന്മകൾ നീ മായ്ച്ചു കളയണേ റബ്ബേ. അവസാനം പാപഭാരമില്ലാതെ പാപരഹിതരായി കളങ്കരഹിതരായി സന്തോഷത്തോടുകൂടി പുഞ്ചിരിയോടുകൂടി നിന്റെ വിളിക്കുത്തരം നൽകുന്ന സൗഭാഗ്യവാന്മാരെ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നീ തന്നെ പറയുന്നത് പോലെ വല്ലദീന തതവഫാഹുമുൽ മലായികതു തയ്യിബീന യഖൂലൂന സലാമുൻ അലൈക്കും. പടച്ചവനെ ആ അന്ത്യ നിമിഷങ്ങളിൽ മലായികത്തുകൾ സലാം പറഞ്ഞുകൊണ്ട് ആനയിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ മരണം വിധിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന വേദനകൾ ദുഃഖങ്ങൾ പ്രയാസങ്ങൾ ഞങ്ങളെക്കാൾ കൂടുതൽ അറിയുന്നവൻ നീയാണ്. ഞങ്ങൾ നിന്നോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു റബ്ബേ. ഒരിക്കലും നിന്റെ റഹ്മത്തിൽ ഞങ്ങൾ നിരാശരല്ല. അല്ലാഹുവേ ഞങ്ങളുടെ പ്രയാസങ്ങൾക്ക് നീ അവധിവെല്ലാം പ്രദാനം ചെയ്യണം അല്ലാഹ്. പടച്ചവനെ ഞങ്ങളുടെ വേദനകളിൽ ദുഃഖങ്ങളിലൊക്കെ ഞങ്ങളുടെ രോഗങ്ങളാണ് റബ്ബേ ഏറ്റവും പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ സന്തോഷങ്ങൾ കെടുത്തിക്കൊണ്ടിരിക്കുന്നതെല്ലാം ഞങ്ങളുടെ രോഗങ്ങളാണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായ മാതാപിതാക്കളും ഇണകളും തുണകളും മക്കളും ഒക്കെയായ ഒരു രോഗങ്ങളാണ്. അല്ലാഹുവേ പ്രായഭേദമന്യേ മാരക രോഗങ്ങൾ പോലും ഞങ്ങളുടെ വാതിലുകൾ മുട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട് റബ്ബേ. നിന്നെന്നുള്ള ശിഫയും ആഫിയത്തുമല്ലാതെ മറ്റൊന്നും ഞങ്ങൾ പ്രതീക്ഷയില്ല റബ്ബേ. ഞങ്ങൾക്കും അവർക്കൊക്കെയും ശിഫയും ആഫിയത്തും സലാമത്തും നൽകി ഞാൻ അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചവനെ നിത്യരോഗികളായ ധാരാളം ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്, വീടുകളിലുണ്ട്. ക്യാൻസർ പോലുള്ള ഹൃദയ സംബന്ധമായ മാരക രോഗങ്ങളെ പിടിപെട്ടവരായ പലരുണ്ട്. വൃക്ക സംബന്ധമായ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹുവേ നീ
എല്ലാറ്റിനും കഴിവുള്ളവനാണ്. നിന്നിൽ നിന്ന് മാത്രമാണ് റബ്ബേ ശിഫയുള്ളത്. റബ്ബേ ഞങ്ങൾക്കും അവർക്കൊക്കെയും നീ ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചവൻ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ഭൗതിക ലോകത്തെ ജീവിത പ്രയാണങ്ങളിലുള്ള പ്രതിസന്ധികൾ പലർത്ഥത്തിലാണ്. സാമ്പത്തികമായ ബാധ്യതകളാൽ ഉറക്കം നഷ്ടപ്പെട്ടവരായ പലരും, ഉപജീവന മാർഗങ്ങൾ പ്രതിസന്ധിയിലായ പലരുണ്ട്, ഉപജീവന മാർഗങ്ങൾ വഴിമുട്ടിപ്പോയവരായ പലരുണ്ട്. പടച്ചവനെ അവർക്കും ഞങ്ങൾക്കൊക്കെയും നിന്നുള്ള തുറവികൾ നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. നീ വാഗ്ദാനം ചെയ്യുന്നുണ്ടല്ലോ, നിന്റെ കൽപ്പനകൾക്ക് വിധേയരായി ജീവിക്കുന്നവർക്ക് നീ തുറവികൾ നൽകും. ആരും പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ റിസ്ക് നൽകാൻ നീ സന്നദ്ധനാണല്ലോ റബ്ബേ. അർത്ഥത്തിൽ അനുഗ്രഹീതരുടെ ഗണത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ. മാനസിക സംഘർഷങ്ങളാൽ പ്രയാസം അനുഭവിക്കുന്നവരാണ് പലരും റബ്ബേ. അവിടങ്ങളിലൊക്കെ ഹൃദയ സമാധാനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം അല്ലാഹ്. പടച്ചവനെ, കുടുംബജീവിതം എന്നത് ഇന്ന് സങ്കീർണമായി മാറുന്ന കാലമാണ്. പലർത്ഥത്തിലും ഞങ്ങൾക്കിടയിൽ ഇണകൾ എന്ന അർത്ഥത്തിലുള്ള ദാമ്പത്യ ജീവിതത്തിലൊക്കെയുള്ള അസ്വസ്ഥതകൾ, മക്കളുടെ കുടുംബജീവിതങ്ങളിൽ, അതുപോലെ സഹോദരങ്ങൾക്കിടയിൽ മാതാപിതാക്കളും മക്കളും ഒക്കെയാകുന്ന ജീവിതത്തിലൊക്കെയുള്ള അസ്വസ്ഥതകൾ റബ്ബേ ഞങ്ങളുടെ അവിവേകം മൂലമാണതെല്ലാം. അല്ലാഹുവേ, നിന്നുള്ള പരിഹാരവും ആശ്വാസവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം റബ്ബേ. പടച്ചവനെ, ഞങ്ങൾക്ക് സമാധാനപൂർണ്ണമായ ജീവിതം ഈ ലോകത്ത് നീ പ്രദാനം ചെയ്യണം അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ മക്കൾ സ്വപ്നങ്ങളാണ്, പ്രതീക്ഷകളാണ് റബ്ബേ. സദ്വൃത്തമായ ജീവിതം നീ അവർക്ക് പ്രദാനം ചെയ്യണം റബ്ബേ. സ്വാലിഹികളായ സന്താനങ്ങളായി നീ അവരെ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഭയാനകമായ വാർത്തകളുണ്ടല്ലോ റബ്ബേ, അത്തരം വാർത്തകളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. പടച്ചവനെ, അത്തരം പൈശാചിക വലയങ്ങളിൽ നിന്നെല്ലാം ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ കാത്തു രക്ഷിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഈ ലോകത്ത് സമാധാനത്തോടു കൂടി കഴിയാൻ സർവോപരി നാളെ നിന്റെ കോടതിയിൽ നിന്റെ മുമ്പിൽ സമാധാനത്തോടും അഭിമാനത്തോടും കൂടി വന്നു ചേരാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ എന്ന അർത്ഥത്തിൽ സദ്വൃത്തരായ സന്താനങ്ങളായി ഞങ്ങളുടെ മക്കളെ സ്വീകരിക്കണേ അല്ലാഹ്. ഈ ലോകത്ത് അവർ ഉന്നത വിജയങ്ങൾ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. എത്ര തന്നെ ഉന്നതങ്ങളിൽ എത്തുമ്പോഴും നിനക്ക് കീഴ്പ്പെടുന്ന നിന്റെ വഴിയിൽ സഞ്ചരിക്കുന്ന ഇബാദുർ റഹ്മാനുകളായി നീ അവരെ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ ലോകത്തും നാളെ പരലോകത്തും അനുകൂലമായ സാക്ഷി പറയുന്ന സന്താനങ്ങളായി ഞങ്ങളുടെ മക്കളെ നീ സ്വീകരിക്കണം റബ്ബേ. അവസാനം നിന്റെ വഴിക്ക് ഉത്തരം നൽകുമ്പോ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഇസ്തിഗ്ഫാർ നടത്തുന്ന സദ്വൃത്തരായ മക്കളെ ഈ ലോകത്ത് ബാക്കി വെച്ചുകൊണ്ടാണ് വിട പറയുന്നത്. നാശത്തോടുകൂടി പുഞ്ചിരിയോടുകൂടി കണ്ണടക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, വലദുൻ സാലിഹുൻ യദ്ഉ ലഹു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സദ്വൃത്തരായ സന്താനങ്ങൾ, അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യം. നിന്റെ ദാസന്റെ നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, സ്വർഗാവകാശികളായ വിശ്വാസികളുടെ പദവികൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അവരുടെ മക്കൾ അവർക്ക് വേണ്ടി നടത്തുന്ന ഇസ്തിഗ്ഫാറിന്റെ കാരണമായി. അല്ലാഹുവേ, അത്തരം മക്കളെ നൽകി, സന്താനങ്ങൾ നൽകി ഞങ്ങളുടെ മക്കളെ നീ അത്തരം സദ്വൃത്തരായ സന്താനങ്ങളായി സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ, എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് മോചനം നൽകണേ അല്ലാഹ്. സമാധാനത്തോടുകൂടി നിർഭയത്തോടുകൂടി ജീവിതം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം റബ്ബേ. പടച്ചവനെ, ഈ ഉമ്മത്തിന് നീ ഇസ്സത്ത് പ്രദാനം ചെയ്യണേ റബ്ബേ. നാനാദിക്കുകളിൽ നിന്ന് ഉമ്മത്തിനെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്ന നിയമങ്ങളും വ്യവസ്ഥകളും ഒക്കെയായി കുതന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്ന ദുശക്തികളെ നീ പരാജയപ്പെടുത്തണേ റബ്ബേ. പടച്ചവനെ, എല്ലാ അർത്ഥത്തിലും കുതന്ത്രങ്ങൾ പരാജയപ്പെടുത്താൻ കഴിവുള്ളവനാണല്ലോ റബ്ബേ നീ. പടച്ചവനെ, അത്തരം കുതന്ത്രങ്ങൾ നീ പരാജയപ്പെടുത്തണേ അല്ലാഹ്. പടച്ചവനെ, നിരപരാധികളായ ലക്ഷോപലക്ഷം സഹോദരങ്ങൾ സഹോദരികൾ പീഡനങ്ങളിലൂടെ മർദ്ദനങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അല്ലാഹുവേ, നിന്നിൽ വിശ്വസിച്ചു എന്നതല്ലാത്ത മറ്റൊന്നും അവർ ചെയ്തിട്ടില്ലല്ലോ റബ്ബേ. പടച്ചവനെ, അവർക്ക് നീ വിജയം നൽകണേ അല്ലാഹ്. പടച്ചവനെ, അവർക്ക് നീ ഇസ്സത്ത് പ്രദാനം ചെയ്യണം റബ്ബേ. ഇസ്ലാമിക ഉമ്മത്തിന് നീ ദിശാബോധം നൽകണേ റബ്ബേ. ഞങ്ങളുടെ നേതാക്കന്മാർക്ക് ഞങ്ങൾ യഥാർത്ഥ ദീനിന്റെ മാർഗത്തിൽ നയിക്കാനുള്ള ഈമാനും ഇഖ്ലാസും തഖ്വയും നൽകണേ റബ്ബേ. പടച്ചവനെ, സത്യത്തിന്റെ പാതയിൽ ഇസ്തിഖാമത്തോടെ നിലകൊള്ളാൻ, അവസാനം കലിമത്തു തൗഹീദ് ഉച്ചരിച്ചതിന്റെ വിളിക്ക് ഉത്തരം നൽകാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സൽക്കർമ്മങ്ങൾ പോരായ്മകൾ നിറഞ്ഞതാണ്. ഞങ്ങൾ ആ സൽക്കർമ്മങ്ങൾ കൊണ്ട് മാത്രമാണ് പടച്ചവനെ സ്വർഗത്തെ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ ദുർബലരാണ് റബ്ബേ. ആ സ്വർഗത്തിൽ ഒരിടം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ വിട പറഞ്ഞു പോയ ധാരാളം ആളുകൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഞങ്ങളുടെ മക്കളായ പലരും, ഇണതുണകളായ പലരും, ഞങ്ങളുടെ കൂടപ്പുറപ്പുകളായിരുന്ന പലരും, ഞങ്ങളുടെ വഴികാട്ടികളായിരുന്ന ഞങ്ങളുടെ നേതാക്കന്മാരായിരുന്ന ഗുരുനാഥന്മാരായിരുന്ന പലരും റബ്ബേ, അവരുടെ മുഖങ്ങൾ, അവരുടെ നാമങ്ങൾ ഞങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് റബ്ബേ. അവരുടെ ഖബറുകൾ നീ വിശാലമാക്കണേ റബ്ബേ. അവരുടെ ബർസഖി ജീവിതം നീ ആനന്ദകരമാക്കി കൊടുക്കണേ റബ്ബേ. പടച്ചവനെ, അവരുടെ ഖബറിടങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള കവാടങ്ങൾ തുറക്കണേ റബ്ബേ. സർവോപരി അവർക്കും ഞങ്ങൾക്കും നാളെ നിന്റെ സ്വർഗത്തിന്റെ പൊങ്കാമരങ്ങളിൽ
മുർസലിനോടൊപ്പം സലഫു സ്വാലിഹികളോടൊപ്പം ശുഹദാകളോടൊപ്പം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുമിച്ച് ചേരാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ തന്നെ വിശേഷിപ്പിക്കുന്ന പോലെ ജന്നാത്തു അദ്നി, ശാശ്വതമായ സ്വർഗ്ഗം, യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം, മക്കളും മാതാപിതാക്കളും ഇണതുണകളും ഒക്കെയായി കൂട്ടം കൂട്ടമായി പ്രവേശിക്കുന്നവർ. വൽ മലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, മലക്കുകൾ ആ സ്വർഗ്ഗത്തിന്റെ കവാടങ്ങളിലൂടെ വന്ന് പറയുമല്ലോ, സലാമുൻ അലൈക്കും ബിമാ സബറത്തും, ഈ ലോകത്ത് നിന്റെ ദീനിന്റെ കൽപ്പനകൾ പാലിക്കാൻ വേണ്ടി കാണിച്ച സബറുണ്ടല്ലോ, അതിനാൽ അഭിവാദ്യം ചെയ്യപ്പെടുന്ന സൗഭാഗ്യവാന്മാരായ കുടുംബങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا اغفر لنا ذنوبنا وخطايانا كلها يا رب العالمين. اللهم ربنا تقبل منا دعاءنا إنك أنت السميع الدعاء. اللهم أعنا على ذكرك وشكرك وحسن عبادتك يا رب العالمين. اللهم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه وسلم. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.